ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒത്തുകൂടിയിരിക്കുകയാണ് കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാനായി. കഴിഞ്ഞ ആഴ്ചകളിലെ മെസ്സേജുകളിൽ നമ്മൾ 2 പത്രോസ് 3:17 വായിച്ചുകൊണ്ടാണ് മുൻപോട്ട് പോയത്. അതായത് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി നാം നമ്മുടെ സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിനെന്ന അപ്പോസ്തോലിക വചനങ്ങളെ തുടക്കത്തിലേ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മുൻപോട്ട് പോകാറ്. ആ വാക്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ, വായിക്കുന്നില്ല ഇന്ന്. അങ്ങനെ അതൊക്കെ വായിച്ചും പറഞ്ഞും കേട്ട് നമ്മൾ മുൻപോട്ട് വരികയായിരുന്നു. അതായത് മുന്നമേ നമ്മൾ ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന് പറയുന്ന ഒരു ടൈറ്റിലിൽ കുറേ മാസങ്ങൾ തന്നെ മുൻപോട്ട് പോയിരുന്നു. ക്രൂശിൻ്റെ ശത്രുക്കൾ, അങ്ങനെ ഒരു വിഷയം നമ്മൾ പ്രസംഗിക്കാനുണ്ടായ ചില സാഹചര്യങ്ങളുണ്ട്. അതായത് ഫിലിപ്പി ലേഖനത്തിൽ നിന്നാണ് ആ മെസ്സേജ് ഉരുത്തിരിഞ്ഞു വന്നത്. അപ്പോൾ ആ 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, അവർ ഏതു വിധത്തിലാണെങ്കിലും ക്രിസ്തുവിനെ അല്ലയോ പ്രസംഗിക്കുന്നത് എന്ന് പൗലോസ് അവിടെ പറയുന്നുണ്ട്. അതായത് പല വചനവിരുദ്ധരായ ആളുകളുടെയും പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ട് അവർ പറയുന്നത്, അവരും ക്രിസ്തുവിനെ അല്ലയോ പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചു വരും. എന്നാൽ നമ്മളതിൻ്റെ വ്യക്തമായ വിശദീകരണത്തിലേക്ക് വന്നു. 3-ാം അധ്യായത്തെ തുറന്നുകൊണ്ട് 3-ാം അധ്യായം 1-ാം അധ്യായം ചേർത്ത് വെച്ച് ആ ഒരു പഠനത്തിൽ നമ്മൾ പല കാര്യങ്ങളും കണ്ടു. അങ്ങനെ ക്രൂശിൻ്റെ ശത്രുക്കളെ നമ്മൾ അടുത്ത് നിന്ന് കണ്ടു, ക്രൂശിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ദീർഘമായ ആഴ്ചകൾ, മാസങ്ങൾ ആ വിഷയം അങ്ങനെ പറഞ്ഞ് നമ്മൾ പോയി. അവിടെയാണ് നമ്മൾ ഈ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പുകൾ, അവരുടെ ഉപദേശരാഹിത്യവും ഉപദേശമില്ലായ്മയും വളയമില്ലാതെ ചാടുന്ന കാര്യങ്ങളും, അവരുടെ ശുശ്രൂഷകരെന്നൊക്കെ പറഞ്ഞ് ഓടിപ്പാഞ്ഞ് നടക്കുന്നവരുടെ ഒറ്റ ഒരുവൻ്റെ കയ്യിലും അളവ് നൂലുമില്ല, തൂക്കുകട്ടയില്ലെന്ന് നമ്മൾ അടുത്ത് നിന്ന് ആത്മാവിൽ കണ്ടവരാണ്. പലരെയും നമ്മളിവിടെ തുറന്നു കാണിക്കാനിടയായി. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രസംഗകരെ ചിലപ്പോൾ ഒക്കെ സൂചിപ്പിക്കുമായിരിക്കും, ഇങ്ങനെയൊക്കെ ചില തെറ്റായ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ, സൂക്ഷിക്കണമെന്നൊക്കെ. പക്ഷേ ഈ ആധുനിക കാലഘട്ടത്തിൽ, ഡിജിറ്റൽ യുഗത്തിൽ ആ പറയപ്പെടുന്ന ഉപദേശപ്പെശകളും വചനവിരുദ്ധമായ കാര്യങ്ങളെയൊക്കെ നമുക്ക് ഇവിടെ പ്രദർശിപ്പിച്ചുകൊണ്ട് അവരെന്താ പറയുന്നതെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ വിശകലനങ്ങളിലേക്ക് കടക്കാനായിട്ട് കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെത്തി. വരുംകാലത്ത് ഇനി എന്തുമാത്രം ടെക്നോളജി വർദ്ധിച്ചു വരും അല്ലെങ്കിൽ ഡെവലപ്പായി വരുമെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഈ ഉള്ള സാഹചര്യങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആ മെസ്സേജുകൾ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോയത്. ഒത്തിരി ആളുകൾ എന്നോട് പറയാനിടയായി, നെല്ലും പതിരും വേർതിരിച്ച് കിട്ടിയതിനായി സ്തോത്രമെന്ന്. അതായത് കഴിഞ്ഞ നാളുകളിൽ പല വചനങ്ങളും തെറ്റായാണ് ചിന്തിച്ചിരുന്നത്. അതിൻ്റെ വ്യാഖ്യാനം, അതിൻ്റെ ഉള്ളടക്കം അവർ ധരിച്ചിരുന്നതൊക്കെ തെറ്റായ നിലയിലാണ്. അപ്പോൾ അതിന് ഒരു കൃത്യത ലഭിച്ചു എന്ന് പറയാനിടയായി. അത് വെളിച്ചദൂതൻ്റെ വേഷത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത് പോലത്തെ ആളുകൾ, അവർ പറയുന്നതും അവരുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണുമ്പോൾ ആളുകൾ ഒരു മായാലോകത്തേക്ക് പോകും. പക്ഷെ സൂക്ഷ്മമായി നോക്കുന്നവർക്കറിയാം, വചനപ്രകാരമുള്ള ആ വീണ്ടെടുപ്പിൻ്റെ ആഴങ്ങളോ വീണ്ടുജനനത്തിൻ്റെ ആഴങ്ങളോ ഒന്നും അവർക്കറിയില്ല. അവർ ആളുകളെ പല വിധത്തിൽ തടുത്തുകൂട്ടി അവരെയൊക്കെ വെള്ളത്തിലിറക്കുന്നു, അതായത് സ്നാനപ്പെടുത്തുന്നു. അവർ ക്രൂശുമായി മുഖാമുഖം വരുന്നില്ല. അവരുടെ ജീവിതത്തിലൊരു ദമസ്കോസ് സംഭവിക്കുന്നില്ല. ക്രിസ്തുവുമായിട്ടൊരു മുഖാമുഖം വരണമല്ലോ. പിതാവ് ആകർഷിച്ച് ഒരുവനെ കൊണ്ടുവരുന്നത് സ്നാനക്കുളത്തിലേക്കല്ല. ഒരു വ്യക്തിയെയും നമ്മുടെ സ്വർഗീയ പിതാവ് സ്നാനക്കുളത്തിലേക്കല്ല കൊണ്ടുവരുന്നത്. പാപികളായിരുന്ന നമ്മെ പിതാവാം ദൈവം ആകർഷിക്കുകയായിരുന്നു തൻ്റെ പുത്രൻ്റെ ക്രൂശിങ്കിലേക്ക്. ആ ക്രൂശിൻ്റെ ദർശനം നമ്മെ മാറ്റിമറിച്ചു. അടുത്ത പടി എന്നോണം പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുകയായിരുന്നു വിശ്വാസ സ്നാനത്തിന്. എന്നുവെച്ചാൽ നമ്മെ രക്ഷിച്ചവനോട് ചേരുവാൻ സ്നാനപ്പെടുവാനായിട്ട്. സിമ്പിളല്ലേ? വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഈ ഇക്വേഷൻ മാറ്റാൻ ഒരിക്കലും സ്വർഗം അനുവദിക്കില്ല. അങ്ങനെയൊന്നും ആരും ധരിക്കരുത്, കുറച്ച് അങ്ങനെ കുറച്ച് ഇങ്ങനെയെന്നൊക്കെ. ഒരു കുറച്ചുമില്ല, കൂട്ടിയില്ല. ഇതാണ് അതിൻ്റെ കണ്ടീഷൻ. ഇതാണ് പർവ്വതത്തിലെ മാതൃക എന്ന് പറയുന്നത്. നാം ക്രൂശിങ്കിലേക്ക് വരിക. ക്രൂശ് നമ്മെ പരുവപ്പെടുത്തും, നമ്മെ ഉടയ്ക്കും, നമ്മെ നുറുക്കും. അവിടെയാണ് നാം രക്ഷകനെ കണ്ടെത്തുന്നത്. അവിടെയാണ് നാം സറണ്ടർ ചെയ്യപ്പെടുന്നത്. അടുത്ത പടി എന്നോണമാണ് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത്. എങ്ങോട്ടാ? വിശ്വാസ സ്നാനത്തിന് വേണ്ടി. അങ്ങനെ നാം രക്ഷിച്ചവനോട് ചേരുന്നു. ഈ പാറ്റേൺ ഒരിക്കലും മാറ്റാൻ കഴിയില്ല. എത്ര വലിയ കേമൻ വന്നെന്ന് പറഞ്ഞാലും ഈ പാറ്റേൺ ഒന്നും ഒരിക്കലും മാറ്റാനായിട്ട് കഴിയില്ല. ഈ പ്രസംഗിക്കുന്ന എനിക്ക് പോലും മാറ്റാൻ കഴിയില്ല. ഞാനിപ്പോൾ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് നാളെ വന്ന് അതിന് വിരുദ്ധമായി പറഞ്ഞാൽ പൗലോസ് ലീഗ പറയുന്ന പോലെ ഞാൻ ശപിക്കപ്പെട്ടവനാണ്. ഇനി ഒരു ദൂതം വന്ന് പറഞ്ഞാലും അവനും ശപിക്കപ്പെട്ടവനാണ്. അതാണ് നമ്മൾ കണ്ടെത്തിയ കാര്യം. എന്നാൽ നാളുകൾ, മാസങ്ങൾ മുൻപോട്ട് പോയി. ഇപ്പോൾ കുറേ ആഴ്ചകളായിട്ട് നമ്മൾ 2 പത്രോസ് 3:17 മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞു തുടങ്ങിയായിരുന്നു ഈ കാലഘട്ടത്തിൽ ധാരാളം വഞ്ചകരുണ്ടെന്ന്. അങ്ങനെയുള്ള വഞ്ചകരെ നമ്മൾ അധികം കണ്ടെത്തുന്നത് വെളിയിൽ ഈ ന്യൂ ജനറേഷൻ ഗ്രൂപ്പിലോ മറ്റോ ഒന്നുമല്ല,
വഞ്ചനയുടെ ലോകം നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന പെന്തക്കോസ്ത് ലോകത്ത് തന്നെയുണ്ട്. നമ്മൾ പറയുന്ന വേർപെട്ട സമൂഹത്തിൻ്റെ ഇടയിൽ പലരും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. പലരും തെറ്റായ ആശയങ്ങളുടെ ഉടമകളായിട്ടുള്ളവരുണ്ട്. അത്തരക്കാർ പലരും ആളുകളെ അവരുടെ വിരുദ് തെറ്റിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും പറയുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജാഗ്രതയുള്ളവരായിരിക്കണം, സൂക്ഷിക്കണമെന്ന് പലപ്പോഴായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിലേക്ക് വന്നപ്പോൾ ഞാൻ ഒരു സൂചന പറഞ്ഞു. നമുക്ക് പരിചയമുള്ളതായ ഒരു ദൈവദാസനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വചനവിരുദ്ധമായ പല കാര്യങ്ങളും പറയുന്ന ഒരു ശുശ്രൂഷകനോടുള്ള ബന്ധത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ റേസ് ചെയ്തു. അങ്ങനെയുള്ള ആ വ്യക്തിയുടെ നടപടിക്രമങ്ങളും കാര്യങ്ങളും ദൈവവചനത്തിന് നിരക്കുന്നതല്ല എന്ന നിലയിൽ ഇദ്ദേഹം കാര്യങ്ങളെ എങ്ങനെയൊക്കെയോ പറഞ്ഞു. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തിയെ ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ പറഞ്ഞത്, സോഷ്യൽ മീഡിയ വളർത്തിക്കൊണ്ടുവന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധനായ ഒരു വ്യക്തി, സ്വദേശത്തും വിദേശത്തുമുള്ള ആളുകളെല്ലാം തോളത്ത് കയറ്റി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ രക്ഷാഭദ്രതാ സിദ്ധാന്തമൊക്കെ എല്ലാ പെന്തക്കോസ്തുകാരും അംഗീകരിച്ചില്ലെങ്കിലും ഈ നവീന ആശയങ്ങൾ കേൾക്കാൻ കുതിക്കുന്ന ആളുകളുണ്ട്, നവീനങ്ങൾ കേൾക്കാനായിട്ട്. അത്തരക്കാരൊക്കെ ഇപ്പോൾ അത് ചാടി പിടിക്കുന്നുണ്ട്. അവർക്കത് വലിയ സന്തോഷമാണ്. അങ്ങനെ പറയുന്ന പല കാര്യങ്ങളും, പല കാൽവിനിസ്റ്റ് ചിന്തകളും, അങ്ങനെയുള്ള പല കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഞാൻ ആരുടെ പേരൊന്നും പറഞ്ഞില്ല. അതെന്താ നിങ്ങൾ ഈ പേര് ഊരൊന്നും പറയാത്തതെന്ന് പലരും കമൻറ്റിലും മറ്റുമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിന് ഞാൻ കഴിഞ്ഞ ദിവസം മെസ്സേജിൽ പറഞ്ഞു, അതിന് നടത്തിപ്പുള്ള സമയത്ത് പറയേണ്ട സാഹചര്യം വന്നാൽ കൃത്യമായും പറയും. അതുവരെ അങ്ങനെയൊന്നും പറയാനായിട്ട് നമ്മൾ ഉത്സാഹിക്കുന്നില്ല. ഇന്ന് അല്പം മുമ്പ് ഒരു സഹോദരൻ വിദേശത്ത് നിന്ന് എന്നോട് ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലായില്ല, അതങ്ങനെയാണ് ഇതിങ്ങനെയാണെന്നൊക്കെ. ചില സമയത്ത് പറയും പിറവങ്കാരൻ എന്ന് പറയും, ചിലപ്പോൾ പറയും കൊല്ലംകാരൻ എന്ന് പറയും. അങ്ങനെയൊന്നും പറഞ്ഞാൽ ആളുകൾക്കറിയില്ല തുറന്നങ്ങനെ പറയണ്ടേന്ന്. അപ്പം ഞാൻ സാധാരണ മെസ്സേജിൽ പറയുന്നൊരു കാര്യമുണ്ട്, പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വയ്ക്കാതെ സത്യസന്ധമായി നമ്മൾ പറയാറുണ്ട്. ദൈവജനത്തിന് പ്രയോജനപ്പെടേണ്ട കാര്യങ്ങൾ, ആത്മീയമായ കാര്യങ്ങൾ തുറന്ന് നമ്മൾ സംസാരിക്കാറുണ്ട്, ഒന്നും മറച്ചു വയ്ക്കാറില്ല. പക്ഷേ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അത്ര ഓപ്പണായിട്ട് പറയുന്നില്ല. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ പറഞ്ഞു കളയും. അത് ഇനിയും ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത്. നേരിട്ട് അങ്ങനെ പറയാൻ മേലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണമെന്നേ. നമ്മുടെ കേൾവിക്കാർക്ക് എന്താ പണി? ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ഒരു സന്ദേഹം ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ഒരു ഉത്കണ്ഠയോ അസ്വസ്ഥതയോ തോന്നുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളിതൊക്കെ അറിയുന്നത്? അതങ്ങനെ തന്നെ അങ്ങ് പോട്ടെ എന്ന് വെക്കണം. ഇപ്പം നിങ്ങളോടുള്ള ബന്ധത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അറിയാം. അല്ലെങ്കിൽ നമ്മൾ ഈ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടും പല നിലകളിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. നമ്മുടെ മെസ്സേജുകൾ യൂട്യൂബിലൊക്കെ ചെല്ലുമ്പോഴാണ് പല കാര്യങ്ങളും അങ്ങനെ കുറഞ്ഞു പോകുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊന്നും അത് പബ്ലിസിറ്റി ചെയ്യേണ്ട കാര്യം നമുക്കില്ല. അങ്ങനെ അത്യാവശ്യമുള്ളവരത് കണ്ടെത്തണം. എവിടെയാണ് ഉപദേശത്തിൻ്റെ കാറ്റുകൾ അടിക്കുന്നത്, ആരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യതയില്ലാതെ പറയുന്നത് എന്ന് അവരന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഏതെങ്കിലും വിധത്തിലൊക്കെയുള്ള ഉത്സാഹങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. ഇപ്പോൾ കർത്താവ് ചില കാര്യങ്ങൾ തുറന്നു പറയാതെ ഉപമകളിലൂടെയൊക്കെ പറഞ്ഞില്ലേ? അങ്ങ് തുറന്നങ്ങ് പറയാമായിരുന്നല്ലോ. പക്ഷെ കർത്താവ് പല കാര്യങ്ങളും അങ്ങനെ പറഞ്ഞില്ല. എന്നാൽ അത്യാവശ്യക്കാർ, തൻ്റെ ശിഷ്യന്മാർ പിന്നത്തേതിൽ അവർ ഒരുമിച്ച് കൂടിയ സമയത്ത് കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇന്ന് ആ ആൾക്കൂട്ടത്തിൻ്റെ നടുക്ക് വെച്ച് പറഞ്ഞ ആ കാര്യങ്ങൾ, ആ വിതയ്ക്കാൻ പോയ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല, അതിൻ്റെ പൊരുളൊന്ന് തിരിച്ചു തരാമോ, കുറച്ചുകൂടെ വിശദമാക്കാമോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് നല്ല രീതിയിൽ വിശദമാക്കി കൊടുത്തു. അത് തന്നെയാണ് എല്ലാ കാലത്തും. അങ്ങനെ തന്നെയാണ് നമ്മളും എല്ലാ കാലത്തും ചെയ്യുന്നത്. അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്നാണല്ലോ. അല്ലാത്തവരിപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ടും കാര്യമില്ല. ചുമ്മാ ആളുകളുടെ പേരൊക്കെ നമ്മളെന്തിനാണ് പറയുന്നത്? എനിവേ, അപ്പം ഞാൻ അങ്ങനെ പ്രസിദ്ധൻ എന്നുള്ള നിലയിൽ മാത്രം പറഞ്ഞങ്ങ് വിട്ടു ആ കാര്യം. എന്നാൽ ആ പ്രസിദ്ധൻ്റെ ശിഷ്യന്മാർ നമ്മുടെ മെസ്സേജിനടിയിൽ വന്ന് അവർ നീട്ടിപ്പിടിച്ച് കമൻറ്റുകളൊക്കെ എഴുതാൻ തുടങ്ങി. നീട്ടിപ്പിടിച്ച് കമൻസൊക്കെ എഴുതാൻ തുടങ്ങി. അപ്പോൾ ആ കമൻസിൽ എനിക്കുള്ള ഗുണദോഷങ്ങളാണ് വരുന്നത്. നിങ്ങൾ ഇങ്ങനെ കുറ്റം പറയാതെ പ്രസംഗിക്കാൻ മേലെ, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ മേലെ, ഇങ്ങനെ ചെയ്യാൻ മേലെ, പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതിൽ കമൻസ് ഉണ്ട്. അത് ഞാൻ പിന്നെയാണ് കണ്ടത്. അതായത് ആ കമൻറ്റിൻ്റെ രചയിതാവായ ആ വാത്സല്യ സഹോദരൻ അദ്ദേഹം പിന്നീട് പറഞ്ഞു വയ്ക്കുന്നത്, നിങ്ങളുടെ യേശു നല്ലതാണെന്നും നിങ്ങളുടെ അപ്പോസ്തലന്മാർ നല്ലതാണെന്നും പറഞ്ഞാൽ പോരെ, വേറെ ആളുകളൊക്കെ വഞ്ചകരാണെന്നോ കുഴപ്പക്കാരാണെന്നോ ഒക്കെ പറയുന്നത് എന്തിനാണെന്നാണ് പുള്ളി ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ച് കുറേ കാര്യങ്ങൾ താഴേക്ക് വന്നിട്ട് പിന്നെ പുള്ളി ചോദിക്കുകയാണ്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മളുമായി ബന്ധമുള്ള ആ ഒരു ദൈവദാസൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ പ്രസിദ്ധനായ ആൾ അദ്ദേഹത്തിന് മെസ്സേജുകൾ അയച്ചു, ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും, സിവിലായും കേസ് കൊടുക്കും, ലീഗലി എല്ലാ നിലയിലും ഞാൻ നിങ്ങളെ പൂട്ടും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാനത് നമ്മുടെ മെസ്സേജിൽ സൂചിപ്പിച്ചതിൻ്റെ കാരണം
അവിടെ തന്നെ ചിന്തിക്കാം ഇതൊന്നും പരിശുദ്ധാത്മാവിലല്ല എന്ന്. പരിശുദ്ധാത്മാവിൽ ഒരു ദൈവദാസനും മറ്റൊരു ദൈവദാസനോടോ ആരോടും പറയില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ നിന്നെ കേസ് കൊടുത്ത് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും, കോടതി കയറ്റി നിന്നെ ജയിലിലിടും എന്നൊക്കെ. അതിന് മാത്രം വലിയ മാരകമായ തെറ്റൊന്നും ആ ദേവദാസൻ പറഞ്ഞില്ല. അദ്ദേഹം പറയുന്ന കാൽവിനിസ്റ്റ് ചിന്താഗതിയൊന്നും നമുക്ക് യോജിച്ചതല്ല. അദ്ദേഹത്തിൻ്റെ രക്ഷാഭദ്രതയൊന്നും നിലനിൽക്കില്ല. പെന്തക്കോസ്ത് ലോകം കഴിഞ്ഞ നാളുകളിൽ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പല കാര്യങ്ങളുടെയും അസ്ഥിവാരത്തെ അദ്ദേഹം തോണ്ടുന്നുണ്ട്. എന്നാൽ അദ്ദേഹം പുരോഗമനപരമായ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയൊക്കെ കാര്യങ്ങളെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അദ്ദേഹം ഇൻ്റർനാഷണൽ ക്രിമിനലാണെന്നോ ദാവൂദ് ഇബ്രാഹിമിന് വെടിയുണ്ട അയച്ചു കൊടുക്കുന്ന ഇദ്ദേഹമാണെന്നോ ഇങ്ങനെയൊന്നും ഇദ്ദേഹം പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞത് ആശയ സംബന്ധമായ കാര്യങ്ങളാണ്, ഉപദേശ സംബന്ധമായ കാര്യങ്ങളാണ്. അല്ലാതെ പുള്ളി കള്ളുപിടിക്കാൻ പോയിന്നോ തലകുത്തി നിന്നൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ആ ദേവദാസൻ പറഞ്ഞത്. അദ്ദേഹം എന്നോട് പറഞ്ഞത് വെച്ചാൽ ഞാനീ പറയുന്നത്. അതിനിങ്ങനെ കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ പൊതുവിൽ നിങ്ങളോട് പറയായിരുന്നു, ഇതെല്ലാം വഞ്ചനയുടെ ലോകമാണെന്ന് പറഞ്ഞു കൊണ്ടുവരാനായിട്ട് കർത്താവ് തുറന്നു തന്നൊരു സാഹചര്യം ആയതുകൊണ്ട് ഞാനത് പ്രയോജനപ്പെടുത്തി. നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കട്ടെ എന്ന് ഓർത്തു. യൂട്യൂബിലൊക്കെ നമുക്ക് ധാരാളം കേൾവിക്കാരുണ്ട്, അവരൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് നാളുകളായി ഞാൻ നേരിട്ട് സംസാരിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പല പ്രിയപ്പെട്ടവരും എൻ്റെ മുമ്പിലിരിക്കുക. എനിക്ക് അത്തരക്കാരോട് ഗൗരവമായ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവരുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്നത്. അതെൻ്റെ ഉത്തരവാദിത്വമാണ്. നിർഭയമായി ഞാൻ ആ കാര്യങ്ങളെ പറയും. പിന്നെ ഈ റെക്കോർഡിങ്ങിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊക്കെ അവിടെ ഉണ്ടാകുമെന്ന് മാത്രം. ഏതൊരു മാതാപിതാക്കളും അവരുടെ മക്കളോട് പറയില്ലേ, ഇന്ന സ്ഥലത്തൂടെ പോകേണ്ട, അവിടെ കണ്ട പാമ്പും പഴുതാരയൊക്കെ ഉണ്ട്. അപ്പോൾ പാമ്പിനോട് ദേഷ്യമുണ്ടായിട്ടാണോ? പാമ്പിന് സ്വതവേ ഉള്ളൊരു സ്വഭാവമാണ്, പിള്ളേരെന്നോ വലിയവരെന്നില്ല, അത് ചിലപ്പോൾ പിടിച്ച് കടിക്കും. നമുക്ക് നമ്മുടെ പിള്ളേർ വിലയുള്ളതായതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും, മക്കളെ അത് വേണ്ടാന്ന്. പാമ്പുകളെല്ലാം കൂടെ കൊണ്ടുപോയി കേസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം. അതുപോലെയാണ് ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്വം എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളോട് ഇത്തരം വഞ്ചകന്മാരെ തുറന്നു കാണിക്കുക എന്നുള്ളത്. 1 by 1 ആയിട്ട് ഓരോരോ കാര്യങ്ങളെ നമ്മളും പറയും, അത്ര തന്നെ. അല്ലാതെ നമ്മൾ മൈക്കെടുത്ത് വെച്ച് പരസ്യവും നടത്തുന്ന പോലെ ഈ പുള്ളി അങ്ങനെയാണ് ആ പുള്ളി ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞ് നാട്ടിലൊന്നും നമ്മൾ പറഞ്ഞ് നടക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങളിൽ പുറത്ത് കേൾപ്പിക്കാൻ കൊള്ളാമെന്ന് തോന്നുന്ന ഭാഗം മാത്രമേ റെക്കോർഡിങ്ങിൽ വിടുന്നുള്ളൂ. അല്ലാതെ നിങ്ങളോട് പറയുന്ന മെസ്സേജിലെ റെക്കോർഡഡ് ഭാഗങ്ങളെല്ലാം പുറത്തു വിടുന്നില്ല. അത്യാവശ്യം പബ്ലിക്കിന് പ്രയോജനപ്പെടണം, മനുഷ്യർക്ക് പ്രയോജനപ്പെട്ടാൽ മതിയല്ലോ, ആ നിലയിലുള്ള കാര്യങ്ങളെ വിടുന്നുള്ളൂ. അപ്പോൾ ഈ കമൻ്റ് എഴുതിയ സഹോദരൻ പിന്നീട് താഴേക്ക് എഴുതിയിരിക്കുകയാണ്, കേസ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ എന്താ അത്ര തെറ്റെന്ന്, കേസ് കൊടുത്താൽ എന്താ കുഴപ്പമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അവരുടെ ടീച്ചിങ്ങുകൾ നല്ല ടീച്ചിങ്ങുകളാണ്, മേൽത്തരം ടീച്ചിങ്ങുകളാണ്. അവരുടെ ഗിരിപ്രഭാഷണം ഉന്നതമായ ഗിരിപ്രഭാഷണമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ നമ്പർ അതിനകത്തുണ്ടല്ലോ, യൂട്യൂബിലുണ്ടല്ലോ. ആ നമ്പർ എടുത്തിട്ട് പുള്ളി എന്നെ വിളിക്കാനിടയായി. തപ്പിത്തടഞ്ഞൊരു വല്ലാത്ത പരുവത്തിലാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാനോർത്തു ഏതാണ്ട് ഈ ചട്ടിയും കലമൊക്കെ തട്ടിയിട്ടിട്ട് വാതിലും ചവിട്ടിപ്പൊട്ടിച്ച് കയറി വരുന്ന പോലെയാണ്. നിങ്ങളാണോ സജി വർഗീസ് എന്നൊക്കെ ചോദിച്ച്. ഇത്തിരി ശാന്തതയോടുകൂടി വേണ്ടേ ഒരാളോട് സംസാരിക്കാൻ. അപ്പോൾ അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഞാനിത്തിരി തിരക്കിലായിരുന്നു. ആ കാരണത്താൽ ഞാൻ പറഞ്ഞു ഞാനിത്തിരി തിരക്കിലാണ്. നമ്മുടെ ചാനലിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോൺ നമ്പർ തന്നാൽ നേരിട്ട് നിങ്ങളോട് സംസാരിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ ചാനൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ സഹോദരന്മാരൊക്കെ ഒത്തിരി പേരുണ്ട്, അവരൊക്കെ ഓപ്പറേറ്റ് ചെയ്യും, എല്ലാം മിടുക്കന്മാരാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഇങ്ങനെ ഫോൺ നമ്പർ തന്നു കഴിഞ്ഞാൽ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങളോട് സംസാരിക്കും. അത്രയും കൂട്ടുക. ഞാനിപ്പോൾ ഇത്തിരി തിരക്കിലാണ്. പിന്നെ സഹോദരൻ എവിടെയാണ്, എന്താണ്, ആരാണ്? സാധാരണ ഒരാളെ വിളിക്കുമ്പോൾ അങ്ങനെയാണ്, ഞാൻ ഇന്നയാളാണ്, ഇന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ ഞാൻ ഒരു മെസ്സേജ് കണ്ടു. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇത്തിരി വിവേകവും പരിജ്ഞാനമൊക്കെ വേണം. അത് ഈ കാൽവിനിസവും രക്ഷാഭദ്രതയും മാത്രം 24 മണിക്കൂറും ചവച്ചരച്ച് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ വിവേകമൊന്നും വരില്ല. അതിന് സുബോധമുള്ള ദൈവദാസന്മാരുടെ കൂട്ടത്തിൽ നടന്നു കഴിഞ്ഞാലാണ് അത്തരം പരിജ്ഞാനമൊക്കെ കിട്ടുകയുള്ളൂ. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം, വിവേകത്തോടെ പരിജ്ഞാനത്തോടെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതിൽ രസകരമായൊരു കാര്യം പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്, അല്ല ഇത്രയും പറയില്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ പേരെന്താണ്, താങ്കൾ എവിടത്തുകാരനാണ്, എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഛത്തീസ്ഗഡിൽ ആണ്, മിനിസ്ട്രിയിലാണെന്ന് പറഞ്ഞു. മിനിസ്ട്രി എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിലാണോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലാണോ എന്നൊന്നും നമുക്ക് പിടിയില്ല. അത് ഇനിയിപ്പം നമ്മൾ പറയുന്ന പോലത്തെയുള്ള ദൈവരാജ്യ സംബന്ധിയായ മിനിസ്ട്രി ആണെങ്കിൽ അപകടമാണ്, വലിയ അപകടമാണ്. ദൈവമേ, ഛത്തീസ്ഗഡുകാരുടെ കഷ്ടകാലം എന്നുള്ളതല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഉത്ഭവമൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അതൊക്കെ എനിക്ക് അത്യാവശ്യം മനസ്സിലായി.
പന്തികേടുകളും ഒക്കെ എനിക്ക് മനസ്സിലായി. ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ എനിക്ക് ഈ ഡീറ്റെയിൽസ് തന്നെ ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ പറയപ്പെട്ടയാൾക്ക്, ഈ കാൽവിനിസ്റ്റ് ചിന്താഗതിക്കാരൻ്റെ ശിഷ്യനായ ഛത്തീസ്ഗഡുകാരന് നമ്മളിവിടെ ഈ പ്രസംഗിക്കുന്ന ആ മെസ്സേജുകളൊക്കെ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, ഈ വൃത്തികെട്ട പ്രസംഗങ്ങൾ മേലാൽ എനിക്ക് അയച്ചു തരരുതെന്ന് ഈ കക്ഷി പറഞ്ഞെന്ന് ഇന്നലെ എന്നോട് പറയുന്നത്. അതിനു മുമ്പ് എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പം ഞാനതിനെ വളരെ പുഞ്ചിരിയോടുകൂടി നേരിട്ടു. അങ്ങനെയാണെങ്കിൽ ഈ കാര്യമൊക്കെ നേരത്തെ പറയാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്. അപ്പം നിങ്ങൾ എന്തിനാണ് പ്രകോപനപരമായി ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊക്കെ അയച്ചു കൊടുക്കുന്നത്? നിങ്ങളുടെ ഭാഗത്തല്ലേ തെറ്റ്? അത് അയച്ചു കൊടുത്തോണ്ടല്ലേ പുള്ളിക്ക് കോപം വന്നത്. അതുകൊണ്ടല്ലേ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ എന്നെ അദ്ദേഹം സംബോധന ചെയ്ത രീതി കണ്ടോ? എന്നെ കണ്ടിട്ടില്ല ജീവിതത്തിൽ, പ്രസംഗമൊന്നും കേട്ടിട്ടുമില്ല. ഏതൊക്കെയോ അവരുടെ ഗ്യാങ്ങുകളിൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധനായ ഗുരു റൂട്ടിലല്ല, ട്രാക്കിലല്ല, ദൈവവചനത്തിൻ്റെ വ്യവസ്ഥകൾ മനസ്സിലാക്കാതെ വിവേകശൂന്യമായി പ്രസംഗിക്കുന്നയാളാണ്. വരും ദിവസങ്ങളിൽ നമ്മളത് കുറച്ചുകൂടെ വ്യക്തമായി പറയുമെന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ആ ഇരുളിൻ്റെ ലോകം ഇളകി മറിഞ്ഞതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയാനിടയായതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ നിങ്ങളോടൊരു ഗുണദോഷം പറയാനുള്ളത് ഈ ഒരൊറ്റ കാര്യത്തിൽ. നമ്മൾ മുൻപോട്ട് പോവുക കേട്ടോ. കൃത്യമായൊരു ഗുണദോഷം നിങ്ങൾക്ക് തരാനുണ്ട് എല്ലാവർക്കും. ഇപ്പം നിങ്ങളിൽ പലർക്കും എന്നോട് അടുപ്പവും സ്നേഹമുള്ളവരൊക്കെയുണ്ട്. പലരും അങ്ങനെ ഡയറക്റ്റ് എപ്പോഴും ബന്ധപ്പെടുന്നില്ലെങ്കിലും ബന്ധപ്പെടുന്ന ഒത്തിരി പേര് ഇവിടെയുണ്ട്. അവരോടൊക്കെയായിട്ട് എനിക്ക് പറയാനുള്ളത്, ഏതൊരു വ്യക്തിയെക്കുറിച്ചാണെങ്കിലും ഇങ്ങനെയൊന്നും നിങ്ങളാരും പറയരുത്. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത വ്യക്തികളുടെ മെസ്സേജുകളോ കാര്യങ്ങളോ ഒക്കെ ഇതുപോലെ ആരെങ്കിലും ഫോർവേഡ് ചെയ്യുകയോ തരികയൊക്കെ ആണെങ്കിൽ അവരോട് സ്നേഹപൂർവ്വം പറയുക, സഹോദരൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് തിരക്കുണ്ട്, ഞാൻ ഈ ഉപദേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളല്ല, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്, അവരുടെ ദൈവത്തെ ഓർത്ത് അത് തരണ്ട എന്ന് പറഞ്ഞാൽ പരിപാടി തീർന്നു. അല്ലാതെ ഇത്തരക്കാർ സംസാരിക്കുന്ന രീതിയിലൊന്നും നമ്മുടെ ഒരു സഹോദരന്മാർ സംസാരിക്കാൻ പാടില്ല. ഒരിക്കലും അങ്ങനെ കേൾക്കാൻ ഇടവരരുത്, ഒരു രീതിയിലും കേൾക്കാൻ ഇടവരരുത്. കാരണം നിലവാരമില്ലാത്ത, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ടീംസാണ് ഇവരെന്നുള്ളത്. ഇതൊന്നുമല്ല, വേറെ പല സംഭാഷണങ്ങളും ഡീലിങ്സും ഗീവ് ആൻഡ് ടേക്കുകളും പരിപാടികളും ചാറ്റുകളും ഒക്കെ മുമ്പിൽ കയ്യിലുണ്ടെന്ന് കൂട്ടിക്കോ. അതൊക്കെ വെച്ചിട്ടാണ് ഞാനീ പറയുന്നത്. ഇതൊന്നും ഉപദേശത്തിൽ നിൽക്കുന്ന ഗ്രൂപ്പ്സ് അല്ല, ടീംസ് അല്ല. കുറച്ചുകൂടെ വ്യക്തമായി പിന്നാലെ നമുക്ക് പറഞ്ഞു കൊണ്ടുവരാം. ഓക്കെ, അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ ദിവസത്തെ മെസ്സേജിനോടുള്ള ബന്ധത്തിലുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട വേറെ ചിലരുമായിട്ടും കഴിഞ്ഞ നാളുകളിൽ സംസാരിക്കാൻ ഇടയായിട്ടുണ്ട്. അതൊരു കോട്ടയംകാരനുമായിട്ടൊക്കെ അങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ അദ്ദേഹം ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്ന രക്ഷാഭദ്രതാ സിദ്ധാന്തം കൊണ്ടുവന്നു. രക്ഷാഭദ്രതാ സിദ്ധാന്തം ഇവരുടേതൊരു പ്രത്യേക തരത്തിലുള്ള പെന്തക്കോസ്ത് രക്ഷാഭദ്രതാ സിദ്ധാന്തമാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞു വന്നത്. അപ്പോൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പല വാക്യങ്ങളും ഒക്കെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അതിൽ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഒന്ന് കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുകയാണ്. എന്നിട്ട് കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൻ്റെ കണ്ടിന്യൂവേഷനിലേക്ക് പോകാം. അതായത് ഇവർ തർപ്പിച്ച് പറയുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തപ്രകാരം നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അതുപോലെ അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവനാണ്, അല്ലേ? റോമാലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസം നീതിക്ക് കാരണമായി എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗം മാത്രം വെച്ചുകൊണ്ടാണ് അവർ ആ ഒരു ഉപദേശം സ്ഥാപിച്ചുകൊണ്ട് വരുന്നത്. അപ്പം ഞാനതിന് ബദലായി ചോദിച്ചത്, നമ്മൾ രക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും ആധികാരികമായി പറയുന്നൊരു കാര്യമാണ് ഇസ്രായേലുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ. അപ്പോൾ ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ചെങ്കടൽ കടന്ന് മരുഭൂമി വഴിയായി മുൻപോട്ട് യാത്ര ചെയ്തവരാണ്. അവരെക്കുറിച്ച് പുതിയ നിയമത്തിൽ പല ഭാഗത്തും എഴുതിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിലുണ്ട്, എബ്രായ ലേഖനം 4-ാം അധ്യായത്തിലുണ്ട്. അവരൊന്നും സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ലെന്നും അതുപോലെ അവരെയെല്ലാം മരുഭൂമിയിൽ തെള്ളിയിട്ട് കളഞ്ഞു എന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയാതിരിക്കരുത്, അവരെ ദൃഷ്ടാന്തത്തിനായിട്ട് വെച്ചിരിക്കുന്നു. ഇത് പുതിയ നിയമ ക്രിസ്ത്യാനികളായ നിങ്ങൾക്ക് ബുദ്ധിയുപദേശത്തിനായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണെന്നൊക്കെയാണ് അവിടെ പൗലോസ് എഴുതി വെച്ചിരിക്കുന്നത്. മിസ്രൈമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച ബഹുഭൂരിപക്ഷം പേരും മരുഭൂമിയിൽ പട്ടുപോയി, ബഹുഭൂരിപക്ഷം പേരും. എന്നാൽ പ്രായാധിക്യം നിമിത്തം മരിച്ചുപോയവരും ഉണ്ട് കേട്ടോ. അതുകൂടെ നിങ്ങളുടെ ഓർമ്മയിൽ വെച്ചേക്കുക. എല്ലാവരും പട്ടുപോയവരല്ല, ബഹുഭൂരിപക്ഷവും പട്ടുപോയി. എന്നാൽ ഒരു ചെറിയ സംഖ്യ ആളുകൾ ഒരുപക്ഷെ പ്രായാധിക്യ നിമിത്തമൊക്കെ മരിച്ചു പോയിട്ടുണ്ടാകാം വഴിയാത്രയിൽ. അങ്ങനെ നമ്മൾ പരിഗണിക്കണം. ഇതൊക്കെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ എബ്രായർ 6-ാം അധ്യായത്തിലെ കാര്യങ്ങൾ പറഞ്ഞു. എബ്രായർ 6-ാം അധ്യായം, അവിടെ അതിന് 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളുണ്ട്. ആ വാക്യങ്ങളെ ആസ്പദമാക്കി പല കാര്യങ്ങളും ഞാൻ ചോദിച്ചു. അതിനൊക്കെ അവർ തരുന്ന ഉത്തരം എന്ന് പറയുന്നത് അത് ഒരു പെന്തക്കോസ്റ്റ് ടീച്ചിങ് അല്ല,
അത് രക്ഷാഭദ്രതയെക്കുറിച്ച് ആധികാരികമായി പഠിപ്പിക്കുന്ന ഗ്രൂപ്പുകളുണ്ടല്ലോ, അവർ ആ വാക്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പറയുന്ന ആ ആശയങ്ങളാണ് ഈ സഹോദരൻ എന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അനന്യാസ് സഫീറയുമായി ബന്ധപ്പെട്ട് ചോദിച്ചു. അനന്യാസ് സഫീറയെ അറിയോ? അവർക്ക് എന്താ സംഭവിച്ചത്? അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചുകൊണ്ട് അവർ മരിച്ചുപോയി. അവരുടെ അവസ്ഥ എന്താവും? അവരെല്ലാം നിത്യതയിലുണ്ട്, അവർക്ക് പ്രതിഫലങ്ങളൊന്നും ഉണ്ടാകില്ല, അത്രമാത്രം. അവരൊക്കെ രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് രക്ഷപ്പെട്ടവരെ ഒന്നും തള്ളിക്കളയാൻ പറ്റില്ല. ആ കാരണത്താൽ അവരെല്ലാം നിത്യതയിലുണ്ടാവും. അപ്പോൾ അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മാത്രമുള്ളൂ അങ്ങനെ ദൈവത്തിൻ്റെ രക്ഷണീയ പദ്ധതിയിൽ രക്ഷിക്കപ്പെട്ടവരെ കൊണ്ടുപോകുക. അപ്പോൾ പഴയ നിയമത്തിലും മിസ്രൈമിൽ നിന്ന് രക്ഷിച്ച ആളുകളെ മരുഭൂമിയിൽ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കാതെ, പ്രമാണത്തിൽ നിൽക്കാതെ, തങ്ങൾക്ക് ബോധിച്ചതുപോലെ മോഹിച്ച് നടന്ന അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞെന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വ്യക്തമായി എഴുതിയിരിക്കുന്നൊരു വാക്യമാണ്, ഇത്രയും നേരം പറഞ്ഞതുപോലെയല്ല, റോമാലേഖനം 8:13. അവിടെ എഴുതിയിരിക്കുന്ന ജഡത്തെ അനുസരിച്ച് നടന്നാൽ മരിക്കും നിശ്ചയമെന്നാണ്. ജഡത്തെ അനുസരിച്ച് നടന്നാൽ മരിക്കും നിശ്ചയമെന്നാണ്. എന്നാൽ ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണമെന്നാണ് സൂചനയുള്ളത്. അപ്പം ജഡത്തെ അനുസരിച്ച് നടന്നാൽ മരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മരിച്ചെന്നോർത്ത് സാരമില്ല, പ്രതിഫലമൊന്നുമില്ലാതെ ദൈവസന്നിധിയിൽ വരും എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു അന്താരാഷ്ട്ര പഠിപ്പീര് തന്നെയായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അടുത്തൊരു കാര്യം കൂടെ കൊണ്ടുവന്നു. ഓരോ വിഷയങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നത്. ഈ ടീംസ് എല്ലാം നിങ്ങളെയെല്ലാം തേടി വരും, ഉറപ്പാണ്. നിങ്ങളെയെല്ലാം തേടി വരും. ഇനി തേടി വന്നില്ലെങ്കിലും അവരുടെ പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു കവിഞ്ഞു വരും. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ സന്ദേഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുടക്കത്തിൽ അതൊക്കെ പറയുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം, 3-ാം അധ്യായത്തിൻ്റെ താഴേക്ക് വരുമ്പോൾ 12, 13, 14, 15 ഇത്രയും വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ 14, 15 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും, ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തു പോയാൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. ഈ വാക്യത്തിൻ്റെ അർത്ഥം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളിൽ എത്ര പേര് പറയും? ഈ 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിലെ ഈ വാക്യം അല്ലെങ്കിൽ ഈ പാസേജ് എന്ന് പറയുന്നത് കാത്തലിക് സഭ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഡോക്ട്രിൻ സ്ഥാപിക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. ബസ്പുർഖാന സിദ്ധാന്തം അഥവാ ഈ ശുദ്ധീകരണ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ തീയിലൂടെ കടന്നുപോയി താനോ രക്ഷിക്കപ്പെടും, അങ്ങനെയല്ലേ വായിക്കുന്നേ? തീയിലൂടെ കടന്നുപോയി, അതാണല്ലോ ബസ്പുർഖാന, കുട്ടി നരകം. ആ കാര്യം സ്ഥാപിക്കാനാണ് ഈ പാസേജ് അവരെടുക്കുന്നത്. അതായത് രക്ഷാഭദ്രതക്കാരും ഈ കാര്യം എടുക്കുന്നത് ഒരു ദൈവവൈതൽ ഇങ്ങനെ കടന്നുപോയി അവൻ ഇഷ്ടമുള്ള പോലെയൊക്കെ ജീവിക്കാം, അതിനൊന്നും കുഴപ്പമില്ല, ഏത് വഴിക്കിടെ പോയാലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ കറങ്ങിത്തിരിഞ്ഞൊക്കെ വന്ന് അവസാനം തീയിലൂടെയൊക്കെ വന്ന് അവൻ താനെ അങ്ങ് രക്ഷപ്പെട്ടു വരും, പ്രതിഫലമൊന്നും കിട്ടില്ല, അത്ര തന്നെ. അതായത് ഈ രക്ഷാഭദ്രതക്കാരായ ഈ പ്രിയപ്പെട്ടവർ പറയുന്നത്, ഒരു ദൈവവൈതൽ വിശ്വാസ വഴിയിൽ സഞ്ചരിച്ച് മുൻപോട്ട് പോകുമ്പോൾ ജഡത്തിൽ സഞ്ചരിക്കാം, ലോകമയത്വത്തിൽ പോകാം, അങ്ങനെ പലതിലും വഴുതി പോകാം, അങ്ങനെയൊക്കെ കറങ്ങിത്തിരിഞ്ഞൊക്കെ പോയിട്ട് വന്നാലും തീയിലൂടെ കടത്തി വിട്ട് കഴിയുമ്പോൾ അവൻ്റെ എല്ലാ പരിപാടിയും വെന്തു പോകും. പക്ഷെ താനോ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അർത്ഥം താൻ രക്ഷയിലേക്ക് വരും, പക്ഷെ പ്രതിഫലങ്ങളും കിരീടങ്ങളും ഒന്നും ലഭിക്കില്ല. തിരക്കേടില്ലാത്ത ഒരു വ്യാഖ്യാനമാണ് കേട്ടോ, തിരക്കേടില്ലാത്ത വ്യാഖ്യാനം. യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ വ്യാഖ്യാന ശാസ്ത്രത്തിൻ്റെ ഉടയവൻ്റെ പ്രസംഗങ്ങൾ 10K, 20K, 30K ഒക്കെ ആൾക്കാർ കാണുന്നത്. അത് ഞാൻ പറഞ്ഞതുപോലെ DGP, ADGP, IG വരെയുള്ളവരൊക്കെ ആയിരിക്കും കേൾക്കുന്നത്. ലോക്കൽ പോലീസൊന്നും ആയിരിക്കില്ല കേൾക്കുന്നത്. അമേരിക്കക്കാർ, യൂറോപ്പുകാർ ഇത്യാദിക്കാരൊക്കെ കേൾക്കുന്നുണ്ട്. എല്ലാവരും ഒറ്റ ഒരുത്തിൻ്റെ തലയിലും ഇതിൻ്റെ ഉത്തരം കയറുന്നില്ല. അപ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ഡിവിഷൻ്റെ കാര്യമൊക്കെ തുടക്കത്തിൽ പറഞ്ഞിട്ട് പിന്നീട് പൗലോസ് അതിൻ്റെ 18-ാം വാക്യം മുതൽ താഴേക്ക് അവസാന ഭാഗം വരെ പറഞ്ഞു വരുന്നത് രക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. രക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ആത്മീയത്തിൽ വളരാത്തവരെ ജഡികന്മാരെന്ന് വിളിച്ചുകൊണ്ടാണ് 3-ാം അധ്യായം തുടങ്ങുന്നത്. അതായത് നിങ്ങളിപ്പോഴും പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ആത്മീയത്തിൽ വളരുന്നില്ല, ഭേദാഭേദങ്ങളെ തിരിച്ചറിയുന്നില്ല. അങ്ങനെ പറഞ്ഞു വന്നിട്ട് 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ 1-ാം അധ്യായത്തിൽ കണ്ട ആ ഡിവിഷൻ്റെ കാര്യം പൗലോസ് വീണ്ടും എടുത്ത് സൂചിപ്പിക്കുകയാണ്. അത് ചിലർ പൗലോസിൻ്റെ പക്ഷക്കാരെന്നോ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരെന്നോ ഒക്കെയുള്ള കാര്യം അവിടെ വീണ്ടും എടുത്ത് സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയാണ്, അപ്പല്ലോസ് ആര്, പൗലോസ് ആര്, തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ
നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷകരത്രേ. അതിന് താഴെ പൗലോസ് പറയുന്നത്, അപ്പല്ലോസാര് പൗലോസാര് അവരെയൊക്കെ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കാൻ കാരണമായി തീർന്നിരിക്കുന്ന സുവിശേഷം നിങ്ങളോട് ഘോഷിക്കുവാൻ തക്കവണ്ണമാണ്, നിങ്ങളെ വചനം പഠിപ്പിക്കാൻ വേണ്ടിയാണ് അവരെയൊക്കെ തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെയുള്ള വാക്യം 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, ഞാൻ നട്ടു അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. എനിക്കങ്ങ് താഴെയുള്ള ഭാഗമാണ് കേട്ടോ നിങ്ങളോട് വിശദമായി പറയേണ്ടത്. അതിന് ഞാൻ ഈ മുകളിലുള്ള ഭാഗം പറയാതെ അത് പറഞ്ഞാൽ ക്ലിയർ ആകില്ല. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പറയുന്നത്. ക്ഷമാപൂർവം കേൾക്കണം. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തൻ താൻ്റെ അധ്വാനത്തിനൊത്തവണ്ണം കൂലി കിട്ടും. ഓരോരുത്തൻ താൻ്റെ അധ്വാനത്തിനൊത്തവണ്ണം കൂലി കിട്ടും. സഹോദരങ്ങളെ, ഇവിടെ ഓരോരുത്തൻ താൻ്റെ അധ്വാനത്തിനൊത്തവണ്ണം കൂലി കിട്ടുമെന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും കൂലി കിട്ടുന്ന കാര്യമല്ല ആ വാക്യത്തിൽ പ്രതിപാദിക്കുന്നത്. ആ വാക്യത്തിൽ പ്രതിപാദിക്കുന്നത് എങ്ങനെയാ? ആ പാസേജിൻ്റെ ആരംഭം മുതൽ നമ്മൾ വായിച്ച് താഴേക്ക് വരികയായിരുന്നു. അവിടെ അപ്പല്ലോസിനെ കാണാം, പൗലോസിനെ കാണാം, കേഫാവിനെ കാണാം. അങ്ങനെ ശുശ്രൂഷകന്മാരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് പൗലോസ് പറയുന്നത്, അപ്പല്ലോസ് ആകട്ടെ, പൗലോസ് ആകട്ടെ, പത്രോസ് ആകട്ടെ, അവർ ഓരോരുത്തരും ചെയ്ത അധ്വാനത്തിനൊത്തവണ്ണം അവർക്ക് പ്രതിഫലം ലഭിക്കും, അഥവാ കൂലി ലഭിക്കും, റിവാർഡുകൾ ലഭിക്കും. അത് സൂചിപ്പിച്ചിട്ടാണ് 9-ാം വാക്യത്തിൽ പറയുന്നത്, ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി, ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം. അങ്ങനെ മലയാളം ബൈബിളിലെ ആ പാരഗ്രാഫ് അവിടെ അവസാനിക്കുകയാണ്. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി, നിങ്ങൾ ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം, അതിൽ ഞങ്ങൾ കർത്താവിനോടുകൂടെ കൂട്ടുവേലക്കാരെന്ന നിലയിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ശുശ്രൂഷകരായ ഞങ്ങൾ കർത്താവിൻ്റെ കൂട്ടുവേലക്കാരെന്ന നിലയിൽ അവനോടുകൂടെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് അവിടെ പൗലോസ് പറയുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് തൊട്ട് താഴെ 10-ാം വാക്യത്തിൽ പറയുന്നത്, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു, മറ്റൊരുത്തൻ മീതെ പണിയുന്നു. നോക്കണം, പൗലോസ് ഒരു പണിക്കാരനാണ്, താൻ അടിസ്ഥാനമിട്ടിരിക്കുന്നു. താൻ ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന് മീതെ മറ്റൊരുവൻ പണിയുകയാണെങ്കിൽ, നോക്കണം, കൊരിന്ത്യ സഭയിൽ അടിസ്ഥാനം ഇട്ടതാരാ? പൗലോസാണ്. അതിന് മീതേക്ക് പണിയുന്നത് അപ്പല്ലോസാണ്. പിന്നീട് പലരും അവിടെ പണിയുന്നു. എഫേസ്യ സഭയോടുള്ള ബന്ധത്തിൽ അതിന് അടിസ്ഥാനം ഇട്ടത് പൗലോസാണ്. അതിന് മീതെ യോഹന്നാൻ പണിയുന്നു, അതിന് മീതെ തിമത്തിയോസ് പണിയുന്നു. അങ്ങനെ ഓരോരുത്തരും അവിടെ മാറി മാറി ശുശ്രൂഷയിൽ ഇരുന്നിട്ടുണ്ട്. അവരെല്ലാം ഇങ്ങനെ പണിയുന്നു. അപ്പോൾ മീതെ പണിയുന്നവരെല്ലാം എന്ത് ചെയ്യണമെന്നാണ് പൗലോസ് പറയുന്നത്? മീതെ പണിയുന്നവരെല്ലാം എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയില്ല. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും സാധ്യമല്ല. ആ അടിസ്ഥാനത്തിൽ മേൽ ആരെങ്കിലും, ശ്രദ്ധിക്കണം, ആ അടിസ്ഥാനത്തിൽ മേൽ ആരെങ്കിലും, ഇവിടെ ആരെങ്കിലും എന്ന് പറയുന്നത് നിങ്ങളുടെ ആരുടെയും കാര്യമല്ല, ആ ശുശ്രൂഷകരിൽ ആരെങ്കിലും ആ അടിസ്ഥാനത്തിന് മീതെ പണിയുമ്പോൾ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, പിന്നെ പറയാണ് മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ട് വരും. ഓരോരുത്തൻ താൻ്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ. ഇവിടെ നമ്മൾ 12-ാം വാക്യത്തിൽ കണ്ടില്ലേ, ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും, അത് പത്രോസ് ആകട്ടെ, പൗലോസ് ആകട്ടെ, അപ്പല്ലോസ് ആകട്ടെ, തീത്തോസ് ആകട്ടെ, തിമത്തിയോസ് ആകട്ടെ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആകട്ടെ, അവരുടെ പണി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? എങ്ങനെയാണ് നമ്മൾ കണ്ടത്? അവിടെ കണ്ടത് പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്. ഈ നിലയിലാണെങ്കിൽ അത് തീയിലൂടെ കടന്നു പോയാലും അത് വെന്തു പോകുന്നില്ല, അത് അവിടെ തന്നെ കാണും. അതേസമയം മരം, വൈക്കോൽ, പുല്ല് എന്ന കാര്യത്തെ സൂചിപ്പിക്കുകയാണ്. അതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? പൊന്നാകട്ടെ, വെള്ളിയാകട്ടെ, വിലയേറിയ കല്ലാകട്ടെ, അതൊന്നും വലിയ വലിപ്പമുള്ള കാര്യങ്ങളല്ല. അധികം കാണാനുണ്ടാകില്ല, അധികം പ്രദർശിപ്പിക്കാൻ പാകത്തിനെ കാഴ്ചയ്ക്കൊന്നും ഉണ്ടാകില്ല, കുറച്ചായിരിക്കും കാണുകയുള്ളൂ. പക്ഷെ അതിന് വാല്യൂ ഉണ്ട്, വിലപിടിപ്പുണ്ട്. അതേസമയം വൈക്കോൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? വൈക്കോൽ തുറു നിങ്ങൾ കണ്ടിട്ടില്ലേ? വലിയ കുന്നാരം കണക്കിങ്ങനെ നിൽക്കും വൈക്കോൽ. പുല്ല് കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ആ പുല്ല് കൂട്ടിയിട്ടിരിക്കുന്നതാണ് ഞങ്ങളുടെ ഇവിടെ ബാംഗ്ലൂരിലൊക്കെയുള്ള 10,000 പേരുണ്ട്, 20,000 പേരുണ്ടെന്നൊക്കെ പറയുന്നത്. ചുമ്മാ പുല്ല് കൂട്ടിയിട്ടിരിക്കുക. തീക്കകത്തൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ഇത് പലതും വെന്തു പോകും. തീക്കകത്തൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ബക്കറ്റിലെ വെള്ളം തലയിലൊഴിച്ച് സ്നാനപ്പെടുത്തി കൊണ്ടുപോകുന്നവൻ്റെ ജീവിതത്തിൽ തീ വന്നു കഴിഞ്ഞാൽ
പത്രോസ് പറയാണ്, അഗ്നിശോധനയെങ്കിൽ അപൂർവ കാര്യം വന്നുകൂടിയെന്ന് വെച്ച് അതിശയിച്ച് പോകരുന്ന അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ അതിശയിച്ച് പോകുന്നു മാത്രമല്ല, അവർ സ്ഥലം കാലിയാക്കി കളയും. കാരണം അവരുടെ ജീവിതത്തിൽ ഒരു എൻകൗണ്ടർ നടന്നിട്ടില്ല, ക്രൂശിൻ്റെ ദർശനം പ്രാപിച്ചിട്ടില്ല. ഏതൊക്കെയോ കാരണത്താൽ ബക്കറ്റിലെ വെള്ളം എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനതിൻ്റെ പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഞാൻ പാർക്കുന്ന പട്ടണത്തിലെ ഏറ്റവും പ്രസിദ്ധമായ 30,000-40,000 പേരുണ്ടെന്ന് പറയുന്ന ആ ചർച്ചിൽ നടന്ന സ്നാനത്തിൻ്റെ കാര്യമാണ്. ബക്കറ്റിൽ വെള്ളം തലയിലൂടെ ഒഴിച്ച് സ്നാനപ്പെടുത്തുന്ന രീതി. അതിൻ്റെ വീഡിയോസും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ ഏതൊരു ശുശ്രൂഷകൻ്റെയും ശുശ്രൂഷ തീയിലൂടെ കടത്തിവിടും. ഇപ്പം ഞാൻ ഇത്ര ഘോരം പ്രസംഗിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിവിധങ്ങളായ അനുഭവങ്ങൾ ദൈവം അനുവദിക്കും. അങ്ങനെ അനുവദിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ വചനത്തിൽ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിച്ചില്ലെങ്കിൽ, നിങ്ങളങ്ങനെ വീര്യം പ്രവർത്തിച്ചില്ലെങ്കിലോ എൻ്റെ പ്രവൃത്തിയെല്ലാം വെന്തു പോകും, എല്ലാം വെള്ളത്തിൽ വരച്ച വരയായി പോവും. ഞാൻ കഴിഞ്ഞ നാളുകളിൽ ഇവിടെ ഇരിക്കുന്ന പലരുടെയും പുറകെ ഞാൻ ഒത്തിരി സമയം സഞ്ചരിച്ചിട്ടുണ്ട്. അങ്ങനെ സഞ്ചരിക്കുകയും പറയുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും. അതിനനുസരിച്ച് നിങ്ങൾ നിന്നില്ലെങ്കിൽ, പൗലോസ് പറയുന്നൊരു വാക്യമുണ്ട് കേട്ടോ. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം ഞാനിപ്പോൾ വായിച്ചത്. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകുന്നു. ഇതേ കാര്യം തന്നെ പൗലോസ് വേറൊരു ഭാഗത്തും പറയുന്നുണ്ട്. അതായത് എൻ്റെ അധ്വാനം വൃഥാവായി പോയില്ലെന്ന്. അപ്പോൾ അധ്വാനം എങ്ങനെയാണ് വൃഥാവായി പോകാതിരിക്കുന്നത്? കേട്ട വചനം ഏറ്റെടുത്ത വചനത്തിൽ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുന്ന വിശുദ്ധന്മാർ അവർ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുമ്പാകെ പേർ വിളിക്കുന്ന നേരം കിരീടങ്ങളും പ്രതിഫലങ്ങളും ഒക്കെ വാങ്ങി ആ തേജസ്സിൻ്റെ നിലയിൽ നിൽക്കുമ്പോൾ അവരെ ശുശ്രൂഷിച്ച, അവരെ വചനം പഠിപ്പിച്ച, അവരെ നടത്തിയ, പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ അവരെ ധരിപ്പിച്ച ആ ശുശ്രൂഷകർക്ക് നിശ്ചയമായും പുകഴ്ച ലഭിക്കും. അവരുടെ ശുശ്രൂഷയ്ക്കനുസരിച്ച് അവർക്കും കിരീടം ലഭിക്കും. ഇപ്പോൾ 5 വിധ കിരീടങ്ങളെക്കുറിച്ച് പറയുന്നതിൽ അതിൽ ശുശ്രൂഷകന്മാർക്ക് മാത്രമുള്ളൊരു കിരീടമുണ്ട്. തേജസ്സിൻ്റെ വാടാത്ത കിരീടം. ദൈവജനത്തെ ഉന്മേഷത്തോടെ ശുശ്രൂഷിച്ച, ആത്മാർത്ഥമായി ശുശ്രൂഷിച്ച ശുശ്രൂഷകന്മാർക്ക് ലഭിക്കുന്ന കാര്യമാണ്. അതിനോടുള്ള ബന്ധത്തിൽ ചില വാക്യങ്ങളുണ്ട്. ഞാൻ തുടർന്ന് ആ വാക്യങ്ങളിലേക്ക് വേഗം വരാനായിട്ട് ഉത്സാഹിക്കാം. അവിടെ ശുശ്രൂഷ നിലനിൽക്കുകയും അവിടെ വിശ്വാസികൾ യോഗ്യരായി തീരുകയും ചെയ്താൽ അവരുടെ ജീവിതത്തിൽ ഭയങ്കര പുഞ്ചിരിക്കുന്ന ദിവസമായിരിക്കും അത്. അവർ ദൈവത്താൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കുന്ന ദിവസമായിരിക്കും. അപ്പോൾ ഈ രക്ഷാഭദ്രതക്കാർ പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? തീയിൽ കൂടെ രക്ഷപ്പെട്ടു വരുമെന്ന്. ആര് രക്ഷപ്പെട്ടു വരുമെന്ന്? ആ പാസേജിൻ്റെ അർത്ഥം അതാണോ? അത് ശുശ്രൂഷകന്മാരുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ 3 എന്ന് പറയുന്നത്. 3-ാം അധ്യായവും 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും ശുശ്രൂഷകരുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. 4-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തരും എണ്ണിക്കൊള്ളട്ടെ എന്നാണ്. എന്നിട്ട് ആ അധ്യായം മുഴുവൻ നിങ്ങളത് വായിച്ചു നോക്കി. ശുശ്രൂഷ സംബന്ധിയായ കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ മുഴുവനും. പൗലോസിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. അതൊക്കെ നമ്മൾ പല മെസ്സേജുകളിലും ധാരാളം പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്കറിയാം. അത് കഴിഞ്ഞ് ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് വരുമ്പോൾ അവിടെ തിമത്തിയോസിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. തിമത്തിയോസ് എന്ന് പറയുന്ന ശുശ്രൂഷകൻ പൗലോസ് ശുശ്രൂഷിക്കുന്ന അതേ നിലയിൽ തന്നെ ശുശ്രൂഷിക്കുമെന്ന കാര്യം അവിടെ വരുന്നുണ്ട്. മറ്റ് കാര്യങ്ങളും ഉണ്ട് ഈ ചാപ്റ്ററിലെങ്കിലും ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അവിടെ വലിയ പ്രാധാന്യമുണ്ട്. 3-ാം അധ്യായത്തിൽ മുഴുവനും ശുശ്രൂഷകരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വചനം ഇങ്ങനെ പഠിക്കണം, നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് രക്ഷാഭദ്രതയ്ക്കൊന്നും വേണ്ടി എഴുതി വച്ചിരിക്കുന്ന കാര്യമല്ല. ഒരു ശുശ്രൂഷകൻ്റെ ശുശ്രൂഷ ഏത് വിധത്തിലാണ് എന്നുള്ളത് തീയിലൂടെ ശോധന കഴിക്കുമെന്നാണ് പറയുന്നത്. തൻ്റെ ശുശ്രൂഷയിൽ തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ കർത്താവ് പരിശോധിക്കും. അവരുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പരിശോധനകൾ വരും. അവർ നാനാ പരീക്ഷകളിലൂടെ കടന്നു പോകേണ്ടി വരും. അവരെ ദൈവത്തിൻ്റെ വചനം വെച്ച് പരിശോധിക്കും. അങ്ങനെ പരിശോധിക്കുമ്പോൾ ആ ശുശ്രൂഷകൻ്റെ ശുശ്രൂഷ നിലനിൽക്കണമെങ്കിൽ അദ്ദേഹം സത്യവചനമായിരിക്കണം അവരെ ധരിപ്പിച്ചിരിക്കേണ്ടത്. അവരെ വചനത്തിൽ ഉറപ്പിച്ചു നിർത്തണം. ആത്മാവിൽ നടത്തപ്പെടുന്ന ഒരു നിലയിലേക്ക് അവരെ കൊണ്ടുവരണം. അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ആ ഒരു പാറ്റേൺ ഉണ്ട് നമുക്ക്. ആ പാറ്റേൺ വിട്ടിട്ട് എങ്ങോട്ടും മാറാൻ പാടില്ല. ഞാൻ ഇടയ്ക്കൊരു കാര്യം നിങ്ങളോടൊന്ന് സൂചിപ്പിക്കട്ടെ. നമ്മൾ പലരുടെയും കാര്യങ്ങൾ ശരിയല്ല, അവരുടെ ശരിയല്ല, ഇവരുടെ ശരിയല്ല എന്നൊക്കെ പറയുന്നു. അത് പറയാനായിട്ടുള്ള പ്രേരണ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അല്ലെങ്കിൽ അതിന് കഴിയുന്ന ഒരു അടിസ്ഥാനം എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ തിരുവെഴുത്തിൽ
ക്രിസ്തീയ സഭയുടെ ചരിത്രമുണ്ട്, ആരംഭമുണ്ട്, അപ്പോസ്തലന്മാർ നടന്നതും ശുശ്രൂഷിച്ചതുമായ പാറ്റേണുണ്ട്. വളരെ കൃത്യമായി നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിന് വിരുദ്ധമായ ആശയങ്ങളും കാര്യങ്ങളും പറയുന്നവൻ ആരോ, അവർ തെറ്റായ ട്രാക്കിലൂടെയാണ് ജനത്തെ നയിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഊഹാഭോഗം പറയേണ്ടി വന്നേനെ. ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കാം, ഒരുപക്ഷെ ഇങ്ങനെ ചെയ്താൽ ദൈവം പ്രസാദിക്കുമായിരിക്കാം എന്നൊക്കെ പറയാൻ പറ്റിയേനെ. അതല്ല, നമ്മൾ അർദ്ധശങ്കയ്ക്കിടയില്ലാതെ വണ്ണം ഇപ്പോൾ പറയുന്നതിൻ്റെ കാരണം എന്താ? ഈ പുസ്തകം കയ്യിലിരിക്കുകയാണ്. ഈ പുസ്തകം തുറന്ന് ഇതിൻ്റെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ആഴമേറിയ ബോധ്യങ്ങൾ തരുന്നു എന്ന കാരണത്താലാണ് നമ്മളിതൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ മെസ്സേജിൻ്റെ തുടക്ക സമയത്ത് ആദ്യ ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായോ? തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ ആശയങ്ങളിൽ ഒന്നാണ്, ഒരു സഹോദരൻ ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യങ്ങളെ നിങ്ങളുടെ മുമ്പാകെ ഞാൻ അവതരിപ്പിച്ചു. പല കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ആ സഹോദരനോട് ചോദിച്ചു, ഇസ്രായേൽ മിസ്രൈം വിട്ട് ചെങ്കടൽ കടന്ന് മരുഭൂമി വഴിയായി മുൻപോട്ട് പ്രയാണം ചെയ്തവരല്ലേ, അവരെ മരുഭൂമി തള്ളിയിട്ട് കളഞ്ഞില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ ഉയർത്തിക്കൊണ്ടുവന്ന ആശയമാണ്, അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു, അബ്രഹാമിനെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ലെന്ന്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രം പഠിച്ചാലോ? സഹോദരങ്ങളെ, ഇസ്രായേൽ പെസഹായും ചോരത്തളി ആചരിച്ചും ഇസ്രായേലിൽ നിന്ന് വിടുവിക്കപ്പെട്ട് വന്നു എന്ന് പറയുമ്പോൾ തന്നെയും അവിടെയും വിശ്വാസത്തിൻ്റെ മേഖലകളുണ്ട്. അവരുടെ രക്ഷ പ്രവൃത്തിയാലാണെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അവരുടെ രക്ഷ പ്രവൃത്തിയാലാണെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ പഴയ നിയമത്തിൽ രക്ഷ എന്നുള്ള വിഷയം നമ്മൾ പഠിക്കുമ്പോൾ അത് പ്രവൃത്തിയാലുള്ള രക്ഷയെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇസ്രായേൽ അവരുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് യാഗം അർപ്പിക്കുകയും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം അത് പ്രവൃത്തിയാൽ തന്നെയാണെന്ന്. എന്നാൽ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുപോകുന്ന ആ പോക്കിലും നമ്മൾ രക്ഷയുമായി ബന്ധപ്പെട്ട നിഴൽ പഠിക്കുന്നവരാണ്. നിഴൽ സമ്പൂർണ്ണമായിട്ടല്ല എടുക്കുന്നത്, ആ നിഴലിൽ നിന്ന് നമുക്ക് ചില ഉത്തരങ്ങൾ കിട്ടും. ഇപ്പോൾ എന്നോട് പറഞ്ഞ സഹോദരന് ഒരു നിഴലല്ലേ പറഞ്ഞത് അബ്രഹാമിൻ്റെ കാര്യം? അബ്രഹാം പഴയ നിയമത്തിലല്ലേ നിൽക്കുന്നത്? അബ്രഹാം യഹോവയായ ദൈവത്തെ വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടെന്നാണ്. അപ്പോൾ അദ്ദേഹം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. ആ അബ്രഹാമിനെ ദൈവം ഒരിക്കലും തള്ളിക്കളയുന്നില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തം അബ്രഹാമിൻ്റെ മേലുണ്ട്. ആ വാഗ്ദത്തം ദൈവം പിൻവലിക്കുന്നില്ല. അതുപോലെ വാഗ്ദത്തമുള്ള ജനമാണ് ഇസ്രായേൽ ജനവും. അതുപോലെ വിജാതീയരായ നമ്മുടെ മേലും വാഗ്ദത്തമുണ്ട്. ഇസ്രായേൽ, വിജാതീയരായ നാം, രണ്ട് കൂട്ടരുടെ മേലുള്ള വാഗ്ദത്തം എന്താ? അബ്രഹാമിൻ്റെ രക്തത്താൽ ജനിക്കപ്പെട്ടവരാണ് നമ്മൾ പറയുന്ന ഇസ്രായേലിയർ. അവർ വാഗ്ദത്ത സന്തതിയാണ്. അപ്പോൾ തന്നെ നാമും വാഗ്ദത്ത സന്തതിയാണ്. എങ്ങനെയാ? നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന വാഗ്ദത്തം അബ്രഹാമിലൂടെ നമ്മുടെ മേലും കിടപ്പുണ്ട്. ആ വാഗ്ദത്തം നമ്മൾ തിരിച്ചറിഞ്ഞു. സുവിശേഷം കേട്ടപ്പോഴാണ് നമ്മൾ വാഗ്ദത്ത സന്തതികളാണെന്ന് മനസ്സിലായത്. നാം കേട്ട സുവിശേഷം നാം കൈക്കൊണ്ടു. അങ്ങനെ കൈക്കൊണ്ടു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ കൈക്കൊണ്ടു എന്നർത്ഥം. ക്രിസ്തുവിനെ കൈക്കൊണ്ടു എന്ന കാരണത്താൽ നാം അബ്രഹാമിൻ്റെ മേലുള്ള വാഗ്ദത്തം നമ്മുടെ മേലേക്ക് വരികയാണ്. നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് നമുക്ക് ആ അനുഗ്രഹം ലഭിക്കുകയാണ്. ഏതാ അനുഗ്രഹം? ക്രിസ്തു എന്ന അനുഗ്രഹം. ക്രിസ്തുവിനെ ലഭിച്ച നമുക്ക് പിന്നത്തേതിൽ എന്താ അനുബന്ധമായി പറയാൻ കഴിയുന്നത്? ക്രിസ്തുവിനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ക്രിസ്തു നമുക്ക് ആത്മാവിനെ അളവ് കൂടാതെ തരുന്നവനാണ്, അല്ലേ? അതല്ലേ അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരുമെന്ന് ഗലാത്യ ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യത്തിൻ്റെ കാതലായ കാര്യമെന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് എന്തെങ്കിലും ആടുമാട് നാൽക്കാലി കിട്ടുന്ന കാര്യമാണോ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്? അയ്യോ, മണ്ടന്മാരായി പോകല്ലേ. ഈ ലോകത്തിലുള്ള സകല കാര്യങ്ങളെയും പൗലോസ് ഒറ്റവാക്കി പറയാണ്, എല്ലാം വെറും ചവറുകളാണെന്ന്, യൂസ് ആൻഡ് ത്രോയാണെന്ന് പറയാണ്. ആ പൗലോസ് പറയുമോ അബ്രഹാമിലൂടെ നമുക്ക് ചവറെല്ലാം ലഭിക്കുമെന്ന്? അതാണോ പൗലോസ് പറഞ്ഞതിൻ്റെ സാരം? ന്യൂജൻ പെന്തിക്കോസ്ത്, തലതിരിഞ്ഞ പെന്തിക്കോസ്ത് ഇത്യാദി ആൾക്കാരൊക്കെ കേൾക്കേണ്ട ഒരു കാര്യം ഇപ്പം ഞാനീ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. യുക്തിക്ക് നിരക്കുന്ന കാര്യമാണോ? നിങ്ങളുടെ ഉള്ളിലല്ലോ കോപം വരുന്നുണ്ടോ? കോപമൊന്നും വരണ്ട കേട്ടോ. കോപിച്ചിട്ടെന്നാ കാര്യം? ഈ മനുഷ്യരുടെ കണ്ണടഞ്ഞ് കിടക്കുകയാണ്, അവിടെ കണ്ണ് തുറക്കാൻ പ്രാർത്ഥിക്കുക. കോപിച്ചിട്ടെന്നാ കാര്യം ഇരിക്കുന്നത്? ബഹുഭൂരിപക്ഷത്തിൻ്റെ കണ്ണടഞ്ഞിരിക്കുക. ഈ ജനത്തിൻ്റെ കണ്ണ്, നമ്മൾ ഈ വയസ്സായി മരിക്കുന്നവരുടെ കണ്ണ് തിരുമി അടയ്ക്കാമെന്ന് കേട്ടിട്ടില്ലേ? ഈ ജനത്തിൻ്റെ കണ്ണ് തിരുമി അടയ്ക്കുന്ന ശുശ്രൂഷയാണ് ഈ ന്യൂജൻ പെന്തിക്കോസ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ പെന്തക്കോസ്ത് സമൂഹത്തിലെ പല ശുശ്രൂഷകരും കണ്ണടച്ചു കൊടുക്കുന്ന ശുശ്രൂഷയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും കണ്ണ് അടപ്പിച്ച് കളയുക. വളരെ സിമ്പിളായൊരു കാര്യം, ഒറ്റ സെൻറ്റൻസിലാണ് ഞാൻ പറഞ്ഞത്. വിവേകമുള്ളവന് മനസ്സിലാക്കാൻ അരമണിക്കൂറൊന്നും പ്രസംഗിക്കേണ്ടല്ലോ. എന്താ പറഞ്ഞത്? പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്,
ഈ കാണുന്നതെല്ലാം യൂസ് ആൻഡ് ത്രോയാണെന്ന്. അങ്ങനെയെങ്കിൽ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരുമെന്ന് പറയുന്നത് യൂസ് ആൻഡ് ത്രോ തരുമെന്നാണോ? നമ്മൾ അറിഞ്ഞത് എങ്ങനെയാ? നമുക്ക് ലഭിച്ചത് ക്രിസ്തുവിനെയാണെന്നാണ്. ക്രിസ്തുവിലൂടെ നമ്മൾ ആത്മാവിൻ്റെ കവിഞ്ഞൊഴുക്കിലേക്ക് നടന്നു. അവൻ ആത്മാവിനെ അളവ് കൂടാതെ നൽകുന്നവനാണ്. അത് ചേർത്ത് വെച്ചൊക്കെ പഠിക്കണം. അവിടെ നിന്ന് അധികം പറയുന്നില്ല, ഈ പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. അബ്രഹാമിൻ്റെ മേൽ വാഗ്ദത്തമുണ്ട്, ഇസ്രായേലിൻ്റെ മേൽ വാഗ്ദത്തമുണ്ട്. ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവരും ഒരളവിൽ കേൾക്കപ്പെട്ട കാര്യം വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചവരാ. അവരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ പെസഹായും ചോരത്തലി ആചരിക്കണം, നിങ്ങളെ ആബീബ് മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് പുറപ്പെടുവിക്കും, അന്ന് മിസ്രൈമിൽ സംഹാരം നടക്കുമ്പോൾ നിങ്ങൾ ആനന്ദത്തോടെ പുറപ്പെടും എന്ന സൂചന അവർക്ക് കൊടുത്തു. അവർ കേട്ട കാര്യം വിശ്വസിച്ചു, ഏറ്റെടുത്തു. അവർ ആബീബ് മാസം 10-ാം തീയതി തന്നെ ആടിനെ മേടിച്ചു. വിശ്വാസം ഉണ്ടല്ലേ മേടിക്കാൻ പറ്റുള്ളൂ. വിശ്വാസം ഇല്ലാത്തവൻ 14-ാം തീയതി വേണമെങ്കിൽ ഒരെണ്ണം മേടിച്ചേക്കാം എന്ന് ചിന്തിക്കും. അങ്ങനെയല്ല, ഒരൊറ്റ ഇസ്രായേലിയൻ പോലും അത് വിശ്വസിക്കാതിരുന്നില്ല. എല്ലാവരും വിശ്വസിച്ച ആബീബ് മാസം 10-ാം തീയതി ആടിനെ മേടിച്ചു. എന്നിട്ട് 14-ാം തീയതി വരെ അവർ തിരിച്ചും മറിച്ചും നോക്കി ഊനമുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അങ്ങനെ ആബീബ് മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് അവർ ആ ആടിനെ അറുത്തു. ആ ആടിൻ്റെ രക്തം കട്ടിലയുടെ നെടുമ്പടിമേലും കുറുമ്പടിമേലും പുരട്ടി. വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാമായിരുന്നു, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പുരട്ടിയാൽ പോരെ, 2 സ്ഥലത്ത് പുരട്ടണമെന്ന്. ഒരു ചോദ്യങ്ങളും വന്നില്ലെന്നേ. കമാന്നൊരു അക്ഷരം ഒരു മനുഷ്യക്കുഞ്ഞു മിണ്ടിയില്ല. യാതൊന്നും ആരും അവിടെ പറഞ്ഞില്ല. പറഞ്ഞതല്ല അങ്ങനെ തന്നെ അവർ ഏറ്റെടുത്തു, അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നു. അതിൻ്റെ കാരണം എന്നാ? അവരത് വിശ്വസിച്ചു. മോശ വഴി അവർക്ക് ലഭിച്ച ബോധ്യമല്ലേ അതവർ വിശ്വസിച്ചെന്നേ. അങ്ങനെ ആ വിശ്വാസം പ്രവൃത്തിയിലേക്ക് മാറി. അതാണ് ആടിനെ അറുത്ത് രക്തം പുരട്ടിയത്. അങ്ങനെയാണ് അവരവിടെ നിന്ന് പുറപ്പെട്ടു വന്നത്. അങ്ങനെ പുറപ്പെട്ടു വന്നേ അവർ ചെങ്കടലും കടന്നു. അപ്പോൾ അവർ രക്ഷ അനുഭവിച്ചു. ചെങ്കടലിലൂടെ കടന്നപ്പോൾ അവർ സ്നാനത്തിൻ്റെ മുൻകുറിയും പൂർത്തിയാക്കി. അങ്ങനെ മരുഭൂമിയിലെത്തിയ അവർ മേഘത്തിന് കീഴിലായിരുന്നു. ആത്മസ്നാനമൊക്കെ പ്രാപിച്ചു. അവരാണ് മരുഭൂമി പട്ടുപോയത്. അപ്പോൾ സഹോദരങ്ങളെ, ഇസ്രായേൽ വാക്തത്വം ഇല്ലാത്തവരാണോ? അവരുടെ മേലും വാക്തത്വമുണ്ട്. പക്ഷെ വാക്തത്വമുള്ള അവർ പിന്നത്തേതിൽ മരുഭൂമിയിൽ പട്ടുപോയെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം, എബ്രായ ലേഖനം 4-ാം അധ്യായം, ഇവിടെയൊക്കെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. അവരാ സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല. അവരാ സ്വസ്ഥതയിലേക്ക് നടന്നു പോയവരാണ്. അവരുടെ ശ്രദ്ധ മാറിപ്പോയി, പ്രമാണം എറിഞ്ഞു കളഞ്ഞു, അവർ ദുർമോഹികളായി തീർന്നു. സെയിം കാര്യം തന്നെയാണ് പുതിയ നിയമസഭയിലും പഠിപ്പിക്കാനുള്ളത്. നമ്മളിങ്ങനെ മുൻപോട്ട് പ്രയാണം ചെയ്തു പോകുമ്പോൾ ലോകത്തിൻ്റെ സ്നേഹിതന്മാരാകരുന്ന് അപ്പോസ്തലന്മാർ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. അങ്ങനെ നാം ദൈവരാജ്യത്തിൽ വന്നിരിക്കുന്നു. ആ നാം ഒരിക്കലും ലോകത്തിൻ്റെ ചങ്ങാതികളാകരുത്, ലോകത്തിൻ്റെ സ്നേഹിതരാകരുത്. നാം നമ്മുടെ സ്വയത്തിൽ ജീവിക്കരുത്, ജഡത്തെ അനുസരിച്ച് നടക്കരുത്. അങ്ങനെ നടന്നാൽ മരിക്കും നിശ്ചയമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മരിക്കുമെന്ന് പറഞ്ഞാൽ എന്താ കാണിക്കുന്നത്? ആത്മീയ മരണം സംഭവിക്കും, അല്ലാതെ വേറെ എന്ത് മരണമാണ്? ശാരീരിക മരണത്തിൻ്റെ കാര്യമല്ല. അങ്ങനെ ആത്മീയ മരണം സംഭവിച്ച് അതിൽ തന്നെ അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒടുക്കം ശാരീരിക മരണം ഉണ്ടാവുമല്ലോ. 70 ഏറിയാൽ 80, എപ്പോഴോ എവിടെയോ വെച്ച് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. അങ്ങനെ പോകുന്ന നാം നേരെ ചെല്ലുന്നത് കീഴേ പാതാളത്തിലേക്കാണ്. കീഴേ പാതാളത്തിൽ എന്ത് പ്രതിഫലമാണ് വാങ്ങുന്നത്? നൂഡിൽസ് വാങ്ങും. നൂഡിൽസ് പ്രതിഫലം. അവിടെ കിട്ടുന്ന പ്രതിഫലം നൂഡിൽസാണ്. മൈക്രോവേവ് ഓവനിൽ ചൂടാക്കി വെച്ചിരിക്കുക. അത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും 4 മണിക്കും അത് തന്നെ തരും. അങ്ങനെ സദാസമയം നൂഡിൽസൊക്കെ കഴിച്ച് പിന്നെ ഒരു സമയമുണ്ട്. ആ സമയത്ത് പേർ വിളിക്കും. വെള്ളസിംഹാസനത്തിൽ നിന്ന് നേരെ വെള്ളസിംഹാസനത്തിന് മുമ്പാകെ ചെല്ലണം. അവിടെ സകല കാര്യങ്ങളും വായിച്ച് കേൾപ്പിച്ചിട്ട് ദൂതന്മാർ നരകത്തിൻ്റെ അഥവാ ഹെല്ലിൻ്റെ ഓപ്പണിംഗ് സെറമണിയുടെ ഭാഗമാകാൻ നമ്മളെ തൂക്കി എറിയും അങ്ങോട്ട്. അത്രേ ഉള്ളൂ. ജഡത്തെ അനുസരിച്ച് നടന്നാൽ അതിൻ്റെ അന്തമാണ് പറഞ്ഞത്. ഇനി ഞാൻ ഈ രക്ഷാഭദ്രതയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാക്കും കൂടെ പറയട്ടെ സഹോദരങ്ങളെ. പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഞാൻ വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് ദീർഘവർഷമായി. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരു സെക്കൻഡ് പോലും എൻ്റെ ഉള്ളിലൊരു സന്ദേഹം വന്നിട്ടില്ല എൻ്റെ രക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. രക്ഷയിൽ ഒരു സംശയമോ സന്ദേഹമോ തോന്നിയിട്ടില്ല. കടുത്ത പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഞാൻ ഈ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെക്കാൾ വലിയ പ്രശ്നം എൻ്റെ ആത്മീയ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് പൗലോസ് പറയുന്ന പോലെ കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അങ്ങനത്തെ ആപത്ത് ഇങ്ങനത്തെ ആപത്ത് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ആപത്തുകളൊക്കെ നേരിട്ടിട്ടുണ്ട്.
ആ സമയത്ത് പോലും ഒരു തരിമ്പ് സന്ദേഹം വന്നിട്ടില്ല. ഒരിക്കൽ പോലും മനുഷ്യരിൽ നിന്നുണ്ടായിട്ടുള്ള തിക്താനുഭവങ്ങൾ അതൊന്നും കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റിക്കളഞ്ഞിട്ടില്ല. ഒരിക്കലും അങ്ങനത്തെ ഒരു സംശയം വന്നിട്ടില്ല. 2 തിമോഥെയോസിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിലെ 7-ാം വാക്യം പൗലോസ് തൻ്റെ ജീവാവസാനത്തിങ്കൽ റോമൻ കാരാഗ്രഹത്തിൽ കിടന്ന് പറയുന്ന ആ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൻ്റെ ആരംഭ സമയങ്ങളിൽ 2 തിമോഥെയോസ് എന്തുമാത്രം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുണ്ടെന്നറിയാവോ? എനിക്ക് ഭയങ്കര പ്രിയമുള്ളൊരു പുസ്തകമായിരുന്നു 2 തിമോഥെയോസ്. ഒരു മനുഷ്യൻ തൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൻ്റെ അവസാനം എന്തൊരു തലയെടുപ്പാ, എന്തൊരു പ്രത്യാശയാ! ജ്വലിക്കുകയാണ് തൻ്റെ പ്രത്യാശ. തൻ്റെ വിശ്വാസം കത്തിജ്വലിക്കുകയല്ലേ. തൻ്റെ പ്രത്യാശ ജീവനുള്ള പ്രത്യാശയാണ്. തൻ്റെ വിശ്വാസം ജ്വലിക്കുകയാണ്. അങ്ങനത്തെ നിമിഷങ്ങളാണ് നമ്മൾ അത് വായിക്കുമ്പോൾ കാണുന്നത്. അവസാന നിമിഷത്തിലേക്ക് വരികയാണ്. ഞാനോ പാനീയാഗമായി ഒഴിക്കപ്പെടുവാൻ സമയമായിരിക്കുന്നു എന്ന്. അവസാന നിമിഷങ്ങളിലേക്ക് വരുമ്പോഴും തൻ്റെ കോൺഫിഡൻസ് എന്താ? ഈ മൺമയമായ കൂടാരത്തിൽ നിന്ന് ഞാൻ വിൺമയ കൂടാരത്തിലേക്ക് മാറ്റപ്പെടാൻ പോവുകയാണ്. ഞാൻ എനിക്കായി ഒരുക്കപ്പെട്ട ആ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. മരണമെന്ന വാതിലിലൂടെ ഞാൻ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ശരിക്കും ഒരു ഭക്തൻ ജീവിക്കാൻ ആരംഭിക്കുന്നത് എപ്പോഴാണ്? മരണമെന്ന വാതിലിലൂടെ നാം കടന്നു ചെല്ലുന്നത് ജീവിതത്തിലേക്കാണ്. അപ്പോൾ ഇപ്പോൾ ജീവിതത്തിന് വേണ്ടിയ റിഹേഴ്സലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുക്കം പൂർത്തിയായി മരണമെന്ന വാതിലിലൂടെ നാം കടന്നു പോകുന്നത് ജീവിതത്തിലേക്കാണ്, നിത്യമായൊരു ജീവിതത്തിലേക്ക്. ആ ജീവിതത്തിൽ നാം തനിച്ചല്ല, സാക്ഷികളുടെ വലിയൊരു സമൂഹമുണ്ട്, നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനുണ്ട്. അങ്ങനെ നാം യോഗ്യരായാണ് കടന്നു ചെല്ലുന്നതെങ്കിൽ കുഞ്ഞാടിനോടുകൂടെ ഒരുമിച്ച് ചേർന്നിരിക്കാൻ കഴിയും, പറ്റിച്ചേർന്ന് ഒന്നായി തീരാൻ കഴിയും. ക്രിസ്തു ശിരസും നാം ആ ശരീരത്തിൻ്റെ ഭാഗമായി തീരും. രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയുടെ പണിയുടെ ഭാഗമാക്കുന്നുണ്ട്. നാം സമർപ്പിതരായി ആ പണിയിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ മഹത്വമുള്ള ശരീരത്തിൻ്റെ ഭാഗമായി തീരും. അതായത് തേജസ്സിന്മേൽ തേജസ്സിലേക്ക് എത്തുമെന്ന്. രക്ഷിക്കപ്പെട്ടവർക്കൊക്കെ തേജസ് ലഭിക്കുന്നുണ്ട്, അവരെല്ലാം പുതിയ ഭൂമി വരും. പക്ഷെ കുഞ്ഞാടിനോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കണമെങ്കിൽ പറ്റിച്ചേർന്ന് ഒന്നായി തീരണം, രണ്ടും ഒന്നായി തീരണം, അല്ലേ? ആ ശരീരത്തിൻ്റെ ഭാഗമായി ഇണങ്ങി ചേരണം, യുക്തമായി ചേരണം. ഈ ആയുസ്സിലെ സമയമൊക്കെ അതിനു വേണ്ടിയാണ് ചെലവഴിക്കേണ്ടത്. അതാണ് നമ്മൾ മുന്നമേ പറഞ്ഞത്, ഒരു ശുശ്രൂഷകൻ അവൻ്റെ അധ്വാനം എന്ന് പറയുന്നത് തൻ്റെ വിശ്വാസികളെ സഭയാം ശരീരത്തിൻ്റെ ഭാഗമായി ഇണക്കി ചേർക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ശുശ്രൂഷ എന്ന് പറയുന്നത്. അല്ലാതെ കാനഡയ്ക്ക് പ്രാർത്ഥിച്ചയക്കുന്നതോ ന്യൂയോർക്കിലേക്ക് പ്രാർത്ഥിച്ചയക്കുന്നൊന്നും അല്ല പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത്. പലരും അങ്ങനെയൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇടയ്ക്ക് ഫോൺ ചെയ്തിട്ട് സുഖമാണോ എന്ന് ചോദിക്കുന്നത്, അതാണോ ശുശ്രൂഷ? സുഖമാണോ എന്ന് ചോദിക്കുന്നത്. കാനഡയിലോ അമേരിക്കയിലോ ദുനിയാവിൽ എവിടെയാണെങ്കിലും അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ ശുശ്രൂഷകൻ അവരെ കറക്റ്റ് ചെയ്യണം, വചനം പഠിപ്പിക്കണം. ഈ ആധുനിക സംവിധാനങ്ങളുള്ള കാലത്ത് അവരുടെ പോക്കും വരവും ഇടപാടും ഒക്കെ എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കണം, അവരുടെ സകല കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരനുമായി ഞാൻ കുറേ നേരം സംസാരിച്ചു. അതിനുശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, അദ്ദേഹം കടന്നു പോകുന്ന ആ സഭ എന്ന് പറയുന്നത് വിദേശത്തെ മഞ്ഞ് പെയ്യുന്ന സ്ഥലത്തെ, എൻ്റെ ദൈവമേ, പക്ക ന്യൂജൻ ചർച്ച്. പക്ഷേ ആ സഹോദരന് സജിപ്പാസിൻ്റെ പ്രസംഗമല്ല ഇഷ്ടമാണ്. ഈ കടിച്ചാൽ പൊട്ടാത്ത കാര്യങ്ങളൊക്കെ പറയുന്ന നമ്മുടെ പ്രസംഗം പുള്ളിക്ക് ഇഷ്ടമാണ്. ഇതാണ് പ്രസംഗം എന്നാണ് പുള്ളി പറയുന്നത്. അയ്യോ, എന്നിട്ട് പിന്നെ എങ്ങനെയാ ന്യൂജൻ ഗ്രൂപ്പിലിരിക്കും? അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ അറിയാതിരിക്കുന്നതാണോ? അല്ല, അവിടെ വേറെ ഒരു കൂട്ടായ്മ ഇല്ലെങ്കിൽ അവിടെ ഇരിക്കാം, ന്യായമാണ്. അവിടെ വേറെ കൂട്ടായ്മയുണ്ടല്ലോ, സത്യവചനം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുണ്ടല്ലോ. ബഹുവചനത്തിൽ പറയാനൊന്നും ഇല്ലെങ്കിലും ഏകവചനത്തിലെങ്കിലും പറയാനുണ്ട്. അപ്പോൾ അതെന്താ തിരിച്ചറിയാത്ത ആത്മാവിൽ? തിരിച്ചറിഞ്ഞ് അങ്ങനെയുള്ള കൂട്ടങ്ങളിലേക്ക് നമ്മൾ മാറണം. ഒറ്റ ദിവസം കൊണ്ട് മാറണ്ട, ഘട്ടം ഘട്ടമായിട്ട് മതി. നമ്മുടെ നിത്യത വിലപ്പെട്ടതല്ലേ? ആ വിലപ്പെട്ട നിത്യതയെ കളയാൻ പറ്റുമോ? ഇപ്പം നമ്മൾ ഒരു ന്യൂജൻ കൂട്ടത്തിൽ കൂടി അവർ ചെയ്യാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. പനി വന്നപ്പോൾ നമ്മൾ ചോന്നുകൊണ്ട് ആശുപത്രിയിൽ പോയി, രാവിലെ ഒരു വൈകിട്ട് വരെ പാസ്റ്റർ ആശുപത്രി വിടുന്നില്ല. അങ്ങനെ നമ്മളെ അവർ ബൈൻഡ് ചെയ്യുകയാണ്. ആശുപത്രിയിൽ കൊണ്ടുപോയി ഫ്ലാസ്കിൽ ചായ ഒഴിച്ച് തന്നു, ഊതി ഊതി കുടിക്കാൻ പറയും. അങ്ങനെ നമ്മൾ ചായ ഊതി ഊതി കുടിക്കും. എൻ്റെ ദൈവമേ, നമ്മുടെ അമ്മയപ്പന്മാർ പോലും അങ്ങനെ ചായ ഒഴിച്ച് തന്നിട്ടില്ല. ഈ ന്യൂജൻ പാസ്റ്റർ ചായ ഒഴിച്ച് തരുന്ന കാണുമ്പോൾ നമുക്ക്, എൻ്റെ കർത്താവേ, നമ്മളങ്ങ് മനസ്സിൽ ചിന്തിച്ചു, ഇതാണ് യഥാർത്ഥ സ്നേഹം. മറ്റേ ആ സജിപ്പാസിനൊക്കെ വല്ല സ്നേഹമുണ്ടോ? ചായ പോയിട്ട് പച്ചവെള്ളം തരുന്നില്ല എന്നൊക്കെ ചിന്തിച്ച് കളയും. പക്ഷെ ഓർക്കണം, ഈ ചായയും കുടിപ്പിച്ച് അവസാനം ലോകം നമ്മുടെ അകത്തിടും.
പിന്നെ ഈ പറഞ്ഞ പ്രസംഗമൊന്നും കേട്ടാൽ തിരിയാതെ വരും, മനസ്സിലാകാതെ വരും. അപ്പോൾ അവസാനം നമ്മളൊരു പരുവത്തിലായി പോവും. ഇതെല്ലാം ഇടയ്ക്ക് ഞാൻ മുന്നറിയിപ്പുകൾ പോലെ പറയുന്നതാണ്, ശ്രദ്ധിക്കണം. വഞ്ചനയുടെ ഒരു ലോകമാണ്. നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നും മനസ്സിലാകില്ല സഹോദരങ്ങളെ. നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ മനസ്സിലാകില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സന്ദേശത്തിൻ്റെ ഒരു ചെറിയ ഭാഗം കേട്ടു. അതായത് ഒരു സഹോദരൻ എനിക്ക് കാണിച്ചു തന്നതാണ്. അതായത് നമ്മുടെ പല സഹോദരങ്ങളുടെ ഉള്ളിലൊക്കെ ഒരു ചിന്തയുണ്ട്. ഇവിടുത്തെ ഈ പഴയകാല പെന്തിക്കോസ്, ക്ലാസിക്കൽ പെന്തിക്കോസ് എന്നൊക്കെ പറയുന്ന ആ പെന്തിക്കോസിലെ പല ആൾക്കാരും പല രീതിയിൽ പലതും പറയും. അതായത് ചിലരും വെള്ളയും തന്നെ ഇടണമെന്ന് നിർബന്ധിക്കും, വെള്ള വേണം എന്നൊക്കെ പറഞ്ഞു കളയും. ഈ വെള്ള ഇടുന്ന പുള്ളികളൊക്കെ കാണിക്കുന്ന യുദ്ധങ്ങളും ഉന്തും തള്ളും അല്ലെങ്കിൽ ദ്രവ്യാഗ്രഹവും എന്നു വേണ്ടോ ജഡത്തിലെ തോന്നിവാസങ്ങളൊക്കെ കാണുന്ന ചില സഹോദരന്മാർക്ക് ഒരു അസ്വസ്ഥത തോന്നും. അവർക്ക് പിന്നീട് ഈ വെള്ളയോട് ഭയങ്കര കലിപ്പായിരിക്കും. വേറെ ആരോടുമല്ല, വെള്ളയോട് കലിപ്പായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഒരു പ്രസംഗകൻ രംഗത്ത് വരുന്നത്. സാധാരണ പ്രസംഗകരെക്കാളും വ്യത്യസ്തമായ ഒരു ശൈലിയിൽ, സംസാര രീതിയിലും അദ്ദേഹം ചില കാര്യങ്ങൾ ഇങ്ങനെ അവതരിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ പുള്ളി ചോദിക്കും, അപ്പോൾ ഈ വേദവസത്തിൽ എവിടെ വെള്ളം ധരിക്കാൻ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ പിന്നെ വെള്ളയെ പിടിച്ച് പുള്ളി ഇങ്ങനെ പയ്യെ പിടിച്ച് കയറുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ വെള്ളയോട് വിരോധമുള്ള ആൾ ഇരിപ്പുണ്ടല്ലോ, ആ വെള്ളയോട് വിരോധമുള്ള പുള്ളിക്കാരൻ സട കുടഞ്ഞ് ചാടി വരും. യെസ്, ഞാൻ കാത്തിരുന്ന പുള്ളി ഇവനാണ്. അപ്പോൾ പുള്ളി വെള്ളയെ ആക്രമിച്ച് വെള്ളയെ കൊല്ലാക്കൊല വന്ന് വെള്ളയെ ഭിത്തിയിലൊട്ടിച്ച് പെന്തിക്കോസിനെയും പുള്ളി ഒരു പരുവാക്കും. പെന്തിക്കോസിൻ്റെ ഇതെന്നൊക്കെ പറയും. അതായത് ഈ പെന്തക്കോസ്റ്റിലെ ഈ പെൺകുട്ടികളൊക്കെ ഈ എക്സ്റ്റേണൽ ഫിറ്റിങ്സൊക്കെ ഉണ്ടല്ലോ, അതായത് ഈ ബാഹ്യാലങ്കാരങ്ങളൊക്കെ വളരെ കുറവുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ബാഹ്യാലങ്കാരങ്ങളൊക്കെ വളരെ കുറവാണ്, ഞാത്തൊന്നും അധികമില്ല. പക്ഷെ ഉള്ളിൽ പല ഞാത്തുമുണ്ട്. ഏതാ? ലോകത്തിൻ്റെ ഭ്രമങ്ങൾ, ലോകത്തിൻ്റെ ചിന്തകളും. ഈ ഞാത്തില്ലെന്നേ ഉള്ളൂ, അകം മുഴുവനും ദ്രവ്യാഗ്രഹം കൊണ്ടും മറ്റ് പലതുകൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന മറ്റ് ചില സഹോദരിമാർ അവർ പുറത്തൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ഉള്ളിൽ പറയും, അവളുടെ പോക്കും വരവും കണ്ട ഒന്നുമില്ല, കാതിലുമില്ല കഴുത്തിലുമില്ല ഒന്നുമില്ല. പക്ഷേ അവളെക്കാളൊക്കെ എത്രയോ യോഗ്യയാണ് ഞാൻ അവർ കാണിക്കുന്ന പോലെയൊന്നും കാണിക്കുന്നില്ലല്ലോ. ഞാനൊരു 100 മില്ലിഗ്രാമിൻ്റെയൊക്കെ ഇടുന്നുള്ളൂ, അല്ലാതെ ഞാൻ മറ്റവരെ പോലെയൊന്നും ഇടുന്നില്ല. വലിയ പട്ടിത്തൊടൽ പോലെയുള്ള ഒന്നും കെട്ടിത്തൂക്കിയിട്ടുകൊണ്ട് ഞാൻ നടക്കുന്നില്ല. പക്ഷെ ഞാൻ എക്സ്ട്രാ ഡീസൻ്റാണ്. അവരെ സംബന്ധിച്ച് അവരുടെ സ്വഭാവം, അവരുടെ പെരുമാറ്റം ചുമ്മാ ലോകക്കാരെക്കാളും കഷ്ടമാണ് എന്നൊക്കെ നമ്മൾ ആരോടും പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ ചിന്തിക്കുന്നുണ്ട്. ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴായിരിക്കും ഈ വിരുദ്ധം വരുന്നത്. ഈ വിരുദ്ധൻ ഇങ്ങനെ വന്ന് പ്രസംഗം ആരംഭിക്കുക. ബൈബിളിൽ എവിടെയാണ് വാക്യമുള്ളത്? ബൈബിളിൽ ഒരു വാക്യം ഞാൻ കാണിച്ചു തരാം, കൂട്ടുകാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്ന്. അങ്ങനെ വാക്യമുണ്ട്. അങ്ങനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? പക്ഷെ ഇല്ലാത്ത വാക്യം പിടിച്ചുകൊണ്ട് വരികയാണ്. ഇല്ലാത്ത വാക്യം ഏതാ? ഇല്ലാത്ത വാക്യം ഈ പെന്തിക്കോസുകാരായ പെണ്ണുങ്ങൾ മുഴുവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അതൊക്കെ വേണ്ടാന്ന് വെക്കാൻ എവിടെയാണ് വാക്യമുള്ളത്? ചില പെന്തിക്കോസുകാർ ഈ ദിനവൃത്താന്ത പുസ്തകം വായിക്കും. ദിനവൃത്താന്ത പുസ്തകം വായിച്ചു വരുമ്പോൾ അവർ ആസാ രാജാവിനെ കാണും. ആസയ്ക്ക് ദീനം വന്ന ആസ എന്ത് ചെയ്തു? യഹോവയിൽ ആശ്രയിക്കാതെ വൈദ്യന്മാരിൽ ആശ്രയിച്ചു. അപ്പോൾ ഈ പെന്തിക്കോസുകാർ അത് വായിച്ചിട്ട് നടുങ്ങിപ്പോവും. എല്ലാ പെന്തിക്കോസും അല്ല, ചില പെന്തിക്കോസ് ചുമ്മാ അങ്ങ് നടുങ്ങും. രാത്രി നടുങ്ങും, രാവിലെ നടുങ്ങും, സന്ധ്യയ്ക്കും നടുങ്ങും. അങ്ങനെ നടുക്കം വന്നിട്ട് അവരെന്ത് ചെയ്യും? എന്നാൽ പിന്നെ ആസയുടെ വഴി പോകണ്ട, യഹോവയെ തന്നെ ആശ്രയിച്ചേക്കാം എന്ന് അവർ ചിന്തിക്കാമെന്ന് വിചാരിച്ചോ? അപ്പോൾ ബാക്കി ആളുകൾക്ക് അത് ഒരു അസ്വസ്ഥതയുണ്ടാകും. ഇവൻ എന്തിനാ ഇങ്ങനെ യഹോവയിൽ മാത്രം ആശ്രയിക്കുന്നത്? വൈദ്യരിലും ആശ്രയിക്കാമല്ലോ. യേശുക്രിസ്തു പറഞ്ഞ എന്താ? രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ടെന്നല്ലേ? തിരക്കേടില്ല, രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ രോഗി വൈദ്യന് ആവശ്യമുള്ള സാധനമാണ്. നോക്കണം, കർത്താവ് ലോകപരമായൊരു കാര്യത്തെ എടുത്തു വെച്ചൊരു ഉപമാനം പറഞ്ഞതാ. അതിനെ പ്രസിദ്ധന്മാർ പ്രസംഗിച്ച് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? വൈദ്യനെ ആവശ്യമുണ്ടെന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കൊണ്ടുപിടിച്ച് വരികയാണ്, കത്തിക്കയറി വരികയാണ്. ബൈബിളിൽ എവിടെയാണ് വാക്യമുള്ളത്? ബൈബിളിൽ എങ്ങനെ വാക്യമുണ്ടോ? വഞ്ചനയാകട്ടോ പ്രസംഗ വിഷയം. സൂചിപ്പിക്കുക, ഒരു കുഞ്ഞു പോലും അറിയില്ല. നിങ്ങളെ എപ്പോൾ കുപ്പിയിൽ ഇറക്കിയെന്ന് ചോദിച്ചാൽ മതി. തുടക്കത്തിൽ എന്താ പറഞ്ഞത്? വെള്ളയും വേണോ? അങ്ങനെ വാക്യമുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ നമ്മളും പറയൂ അങ്ങനെ വാക്യമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ സജി പാസ്റ്റർ വെള്ളം ഇട്ടിരിക്കുന്നത്? കൂടുതൽ വെള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ താല്പര്യപ്പെടുന്നത് എന്താ? അതൊരു സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ്, കണ്ണിന് അലോസരമില്ല, അതുകൊണ്ടാണ്. അല്ലാതെ ഒരു പുതിയ നിയമ ഭക്തൻ വെള്ള ഉടുപ്പിടണമെന്നൊന്നും ഞാൻ അങ്ങനെ ഒരു വാക്യം ഞാൻ വായിച്ചിട്ടില്ല. ജയിക്കുന്നവന് വെള്ളയുടുപ്പ് ലഭിക്കുമെന്ന് വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. അത് പിന്നത്തെ കാര്യമല്ല, ഇപ്പോഴത്തെ കാര്യമല്ലല്ലോ. ഇപ്പം ഞാൻ കൈലി കൊണ്ട് എടുത്തുകൊണ്ടാണ് ഇതിൽ നടക്കുന്നത്. കൈലി കൊണ്ട് വെള്ളം കൊണ്ടൊന്നുമല്ല, അതിന് വരയും കുറിയൊക്കെ ഉണ്ട്.
അതുപോലെ കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസംഗിച്ച ഒരു ചുവപ്പ് കളറുള്ള ഉടുപ്പിട്ടുകൊണ്ടാണ്. വർഷത്തിൽ 1-2 തവണയേ ഞാനത് ഉപയോഗിക്കാറുള്ളൂ. എന്ന് വെച്ചാൽ എപ്പോഴും ഉപയോഗിക്കാവുന്നൊരു കളറല്ല, അത് കടും വെട്ട് കളറാണ്. എനിക്ക് വളരെ പ്രിയനായൊരു വ്യക്തി എനിക്ക് വേണ്ടി മേടിച്ചുകൊണ്ട് വന്നതാണത്. അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹം ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഉപയോഗിക്കില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിനോടൊരു പ്രിയമുണ്ട്. അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും അത് ഉപയോഗിക്കും. വെള്ള എന്ന് പറയുന്നത് വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. വീണ്ടെടുപ്പുമായി, രക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ്. അത് ആരുടെയും കണ്ണിന് അലോസരം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല. പുതിയ നിയമസഭയിലൊരു ഡ്രസ് കോഡ് പറഞ്ഞിട്ടില്ല. ആളുകൾ വളരെ സിമ്പിളായി മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത്. നിൻ്റെ വസ്ത്രം എപ്പോഴും വെണ്മയുള്ളതായിരിക്കട്ടെ എന്നൊരു വാക്യമുണ്ട്. ആ വാക്യം പല സംഘടനക്കാരും തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ആ വാക്യം അവർ തെറ്റായി വ്യാഖ്യാനിച്ചു എന്ന ഒറ്റ കാരണത്തിൽ അവരെ വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ? അവരെല്ലാം ഭോഷന്മാരായി ചിത്രീകരിക്കാൻ പറ്റുമോ? അവരെല്ലാം അപമാനിക്കാൻ നമുക്ക് അനുവാദമുണ്ടോ? ഒന്നുമില്ല. അവർക്ക് ആ കാര്യം ക്ലിക്കായിട്ടില്ല. നിൻ്റെ വസ്ത്രം എപ്പോഴും വെണ്മയുള്ളതായിരിക്കട്ടെ എന്ന് പറയുന്നത് ഈ ബാഹ്യവസ്ത്രത്തിൻ്റെ കാര്യമല്ല. നാം രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ നീതിയുടെ അങ്കിയുണ്ട്, ഉള്ളിലെ ഒരു വസ്ത്രമുണ്ട്. അത് നമ്മുടെ ജീവിതത്തെയാണ് വസ്ത്രം കാണിക്കുന്നത്. ആ ജീവിതം വെടിപ്പുള്ളതായിരിക്കണം. ആ വസ്ത്രം എപ്പോഴും ശുദ്ധിയുള്ളതായിരിക്കണം. അത് ശുദ്ധിയാക്കുവാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തുവിൻ്റെ രക്തം, ദൈവത്തിൻ്റെ വചനം, പരിശുദ്ധാത്മാവ് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ അനുവദിക്കും. ഈ നിലയിലാണ് നമ്മുടെ ജീവിതത്തെ കർത്താവ് ക്ലെൻസ് ചെയ്യുന്നത്. നമ്മെ സാങ്ക്ടിഫിക്കേഷനിലൂടെ നടത്തുന്ന അങ്ങനെയാണ്. അതാണ് നിൻ്റെ വസ്ത്രം എപ്പോഴും വെണ്മയുള്ളതായിരിക്കട്ടെ എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ ഉടുക്കുന്ന വെള്ളമുണ്ടോ, വെള്ള ഷർട്ടോ, വെള്ള സാരിയോ അത് ഒരു സ്പോട്ടും ഇല്ലാത്തതായിരിക്കട്ടെ എന്നുള്ളതല്ല അർത്ഥം. അതാണോ അർത്ഥം? നമ്മൾ ഏത് സാരി മേടിച്ചാലും ഏത് ഉടുപ്പ് മേടിച്ചാലും 5-6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ അവിടെ ഇവിടെയൊക്കെ ഓരോ പാട് കാണും. എന്തെങ്കിലും ഒരു മൈന്യൂട്ടായിട്ടുള്ളൊരു കാര്യം കാണും. അതെപ്പോഴും വെണ്മയുള്ളതായിരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണോ അർത്ഥം? ആത്മീയ അർത്ഥങ്ങൾ മനസ്സിലാക്കാതെ പലരും തെറ്റായൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ സമ്മതിക്കുന്നു, നമ്മൾ ആ കാര്യം അഡ്മിറ്റ് ചെയ്യുന്നു എന്ന് കരുതി യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കണമെന്ന ആഗ്രഹത്തോടെ വന്നിരിക്കുന്ന ആ മനുഷ്യർ ആ ഒരു കാര്യത്തിൽ അവർക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയില്ല. അതിൻ്റെ പേരിൽ അവരെ കല്ലെറിയാൻ പറ്റുമോ നമുക്ക്? അതിൻ്റെ പേരിൽ ഒരു പ്രസംഗം പ്രസംഗിച്ച് അവരെല്ലാം അപമാനിക്കാൻ പറ്റുമോ? അങ്ങനെയാണോ ശരിയായ ഒരു ശുശ്രൂഷകൻ ചെയ്യേണ്ടത്? നമുക്ക് പഠിപ്പിക്കാം. ആ വാക്യത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് സഹോദരങ്ങളെ, അങ്ങനെ നമുക്ക് ധരിപ്പിക്കാം. ഇപ്പം നമ്മൾ ഈ സഭാരാഷ്ട്രീയവും ഉന്തും തള്ളും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രസംഗത്തിൽ പറയാറുണ്ട്. എന്നാൽ പൂർവന്മാരായ ഭക്തന്മാർ പ്രസംഗിച്ചും വ്യാഖ്യാനിച്ചും വന്ന കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിലെ പിഴവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഏറിയ പങ്ക് ആളുകളും ലൈറ്റ് കളർ ഷർട്ടോ അല്ലെങ്കിൽ മറ്റുടുപ്പുകളോ ഒക്കെ ധരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത് കടുംപെട്ട് കളറുകളോട് ആളുകൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നടക്കുന്നവരും അവരും എന്താ പറയുക, വെണ്മയുള്ള വസ്ത്രങ്ങൾ കഴിവതും ധരിക്കുന്നു. വലിയ കടുംപെട്ട് കളറുകളിലേക്ക് അവർ പോകുന്നില്ല. അതൊന്നും രക്ഷയ്ക്കും നമ്മുടെ വിശുദ്ധിക്കും കാരണമാണെന്നൊന്നും സുബോധമുള്ള ആരും പഠിപ്പിക്കുന്നില്ല. ദൈവസഭയിൽ ചില കീഴ്വഴക്കങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ആ കീഴ്വഴക്കങ്ങൾ പാലിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു കൂട്ടം ദേവദാസന്മാർ ഇരിക്കുന്ന ആ സ്ഥലത്തേക്ക് കറുത്ത ഒരു ഷർട്ടും കറുത്ത ഒരു പാൻറ്റും ഇട്ട് ഒരു വല്ലാത്ത കോലത്തിൽ ഞാൻ പ്രസംഗിക്കാൻ കയറി ചെന്നാൽ അവരെന്തായിരിക്കും ധരിക്കുന്നത്? കറുത്ത ഷർട്ടിട്ട് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ദൈവം പ്രസാദിക്കില്ലെന്ന് എവിടെയെങ്കിലും വാക്യമുണ്ടോ? വാക്യമില്ല. അതുപോലെ തന്നെയാണ് ബീഡി വലിക്കരുന്ന ഒരു വാക്യവും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ബീഡി വലിക്കുന്നില്ല. അതെന്താ? കീഴ്വഴക്കമാണ്. പൂർവന്മാരിൽ നിന്ന് ലഭിക്കപ്പെട്ട ബോധ്യമാണ്. അതെല്ലാം ദുർനടപ്പിൻ്റെ ഭാഗമാണ്. അത് വാക്യം ഉണ്ടായിട്ടല്ല. അത് നമ്മുടെ പൂർവന്മാരും പിതാക്കന്മാരും നമ്മളെ അഭ്യസിപ്പിച്ചതാണ്. സിനിമ കാണരുന്നോ, സിനിമാ തിയേറ്ററിൽ പോകരുന്നോ ഒരു വാക്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അങ്ങനെ കാണിച്ചു തരാൻ പറ്റില്ല. ഞാൻ ഈ വെള്ള വസ്ത്രവും അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ ഒത്തിരി പ്രസംഗികൾ എഴുന്നേറ്റിട്ടുണ്ടെന്നേ. ആളുകളെ മുൻപോട്ട് നയിക്കുന്ന കാര്യങ്ങളല്ല അവർ പറയുന്നത്. അത്തരക്കാർക്ക് ഇന്നത്തെ പെന്തിക്കോസ്തിനെ പല നിലകളിലും പ്രതിക്കൂട്ടിലാക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അതേസമയം നമുക്ക് ഗൗരവമായി പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാവുന്ന കാര്യമാണ്. നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശയുള്ളവരായിരിക്കരുത്, ജഡത്തെ അനുസരിച്ച് നടക്കരുത്, അതുപോലെ ലോകമോഹങ്ങളും മറ്റ് കാര്യങ്ങളിലും നിങ്ങൾ വശംവദരാകരുത്, നിങ്ങൾ ലോകത്തിൻ്റെ സ്നേഹിതന്മാരാകാൻ ശ്രമിക്കരുത്. അങ്ങനെ അനവധി കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. അതിന് പകരം വിവാദങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളും അതുപോലെ പല കാര്യങ്ങളെയും കുത്തിയിളക്കി ആളുകളുടെ ഉള്ളിൽ കൺഫ്യൂഷനുകൾ ഇടുകയാണ്.
അങ്ങനെ കൺഫ്യൂഷനുകൾ ഇട്ട് കുറച്ച് പേരെയൊക്കെ ഇവർ അവരുടെ ആശയത്തിലേക്ക് അടർത്തിക്കൊണ്ട് പോകും, കുറച്ച് പേരെയൊക്കെ. അങ്ങനെ വിദേശത്തൊക്കെ ധാരാളം പേര് ഇത്തരക്കാരുടെ ആശയങ്ങളിലേക്ക് മറിഞ്ഞു പോയത് എനിക്കറിയാം. മറിഞ്ഞു പോയത് അവരൊക്കെ ലക്ഷങ്ങളാണ് ഇത്തരക്കാർക്ക് കൊടുക്കുന്നത്, ലക്ഷങ്ങൾ. ഞാൻ ഞെട്ടിപ്പോയി. ഒരു അമേരിക്കക്കാരി സഹോദരി ഇതുപോലെ പെന്തക്കോസ്ത് സമൂഹത്തെ അറ്റാക്ക് ചെയ്യുന്നൊരു പ്രസംഗിക്ക് കൊടുത്ത സംഖ്യ കേട്ടപ്പോൾ ചെറിയ സംഖ്യയൊന്നുമല്ല, 1 ലക്ഷം 2 ലക്ഷം ഒന്നുമല്ല, ഭയങ്കര ഭീമാകാരമായൊരു സംഖ്യയാണ് കൊടുത്തത്. എന്തിനാ കൊടുത്തതെന്ന് ചോദിച്ചാൽ, ഇത് വേറിട്ടൊരു പ്രസംഗിയല്ലേ, കിടക്കട്ടെ എന്ന്. വേറിട്ട പ്രസംഗം പ്രസംഗിക്കുന്നൊരു പ്രസംഗിക്ക് കൊടുക്കുന്നതാണ്. ഭയങ്കരം തന്നെയാണ്. ആളുകൾ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ തുറന്ന് പറയുന്നത് സൂക്ഷിക്കണമെന്ന്. അതേസമയം നമ്മുടെ വെളിയിലൊക്കെയുള്ള തങ്കുച്ചായനൊക്കെ പറഞ്ഞു വരുമ്പോൾ അവർ പറയും പുതിയ നിയമം വേണ്ട, പഴയ നിയമം വേണ്ട, അതങ്ങനെയാണ് ഇതിങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് സെക്കൻഡ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ആ പരീക്ഷ എന്നൊക്കെ പറയുന്ന 1ാം ക്ലാസ് 2ാം ക്ലാസ് പരീക്ഷയാണ്. അതേസമയം പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലുള്ള പരീക്ഷയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുമ്പോൾ കൊണ്ടുപോകും. പെന്തിക്കോസ്തുകാരുടെ വചനവിരുദ്ധമായൊരാശയം വെള്ളയും ധരിക്കുന്നു. പെന്തിക്കോസ്ത് സ്ത്രീകളെല്ലാം ഈ ബാഹ്യാലങ്കാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല, അത് വചനവിരുദ്ധമാണ്, നിങ്ങൾ നന്നായിട്ട് അലങ്കരിച്ച് അണിഞ്ഞൊരുങ്ങി വരണം. പെട്ടെന്ന് കേൾക്കുമ്പോൾ വചനത്തിൽ എവിടെയാ? നമ്മൾ തപ്പി നോക്കുമ്പോൾ വചനമൊന്നും കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെ എവിടെയാ വാക്യം എന്നാ വിളി ചോദിക്കുന്നത്? ഇത്തരക്കാർ ചോദിക്കുന്നത് അങ്ങനെ വാക്യം എവിടെയാ? ഉണ്ടെങ്കിൽ തരൂ. ഡയറക്റ്റ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? അപ്പം നമ്മൾ തപ്പിക്കുത്തിയൊക്കെ വരുമ്പോൾ ഒരു പത്രോസിൻ്റെ ഒരു വാക്യം കിട്ടും. പിന്നെ നമ്മൾ പഴയ നിയമത്തിൽ അവിടെ ഇവിടെയൊക്കെ പോയി തപ്പും. അപ്പോഴത്തേക്ക് അവർ പറയും സ്റ്റോപ്പ് നിർത്തിക്കോ, പഴയ നിയമത്തിലെ വാക്യമൊന്നുമായിട്ട് വരണ്ട, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത് എവിടെയാണ്, യേശു ക്രിസ്തു പഠിപ്പിച്ചത് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു വരും. നമ്മുടെ ആൾക്കാർ വെള്ളത്തിലായി പോവും. അതാണ് പറഞ്ഞത്, വഞ്ചകരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പാടായിരിക്കും, വളരെ സൂക്ഷിച്ച് നോക്കിയെങ്കിലേ മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മെസ്സേജിനോടുള്ള ബന്ധത്തിൽ ചില സംഭാഷണങ്ങൾ വന്നത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ധരിപ്പിക്കുകയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ച കാര്യമാണ് രക്ഷയുടെ ഭദ്രത എന്ന് പറയുന്ന കാര്യത്തിൽ. നമ്മളെല്ലാം രക്ഷയുടെ ഭദ്രത വിശ്വസിക്കുന്നവർ തന്നെയാണ്. അപ്പോൾ തന്നെ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, ജഡത്തെ അനുസരിച്ച് നടന്നാൽ മരിക്കും എന്ന് വചനത്തിലുണ്ട്. അത് ഒരു ശുശ്രൂഷകൻ പ്രസംഗിക്കും. ലോകത്തിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നീ നഷ്ടപ്പെട്ടു പോകും. രക്ഷ എവിടെ ഉണ്ടാകും? നീ ഉണ്ടാകില്ല. രക്ഷ എവിടെ ഉണ്ടാകും? പക്ഷെ നീ ഉണ്ടാകില്ല. ആ രക്ഷയിൽ നീ കാണണമെങ്കിൽ നീ വചനത്തിൽ നിലനിൽക്കണം, ആത്മാവിനെ അനുസരിച്ച് നടക്കണം, ജഡമോഹങ്ങളെ ബലിപീഠത്തിൽ വെക്കണം. അങ്ങനെ സീരിയസ് ആയ പഠനങ്ങളുണ്ട്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം, എനിക്ക് തോന്നുന്ന 39-ാം വാക്യമാണ് തോന്നുന്നു. ആ വാക്യം ഒന്ന് വായിക്കാമോ? ഹീബ്രൂ ചാപ്റ്റർ 10 വേഴ്സ് 39. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു. ഇപ്പോൾ വായിച്ചത് നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു എന്നാണ്. ശരിക്കും 37-ാം വാക്യം മുതൽ വായിച്ച് താഴേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നിട്ടാണ് ഈ 39-ാം വാക്യത്തിൽ അതിൻ്റെ കൺക്ലൂഷൻ പോലെ പറയുന്നത്. ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു വാത്സല്യ സഹോദരനോട്, യൗവനക്കാരനോട് ഈ വാക്യത്തെ പ്രതി ചോദിച്ചു. അവനോട്, നീ ആ വാക്യത്തിൽ 2 കൂട്ടം ആൾക്കാരെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ എനിക്ക് തന്ന ഉത്തരം, അവനൊരു മിടുക്കനാകട്ടോ, എനിക്ക് അവനെക്കുറിച്ച് അഭിമാനമുണ്ട്. അവൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ ഒരു യൗവനക്കാരനാണ്. ആ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് അവൻ പഠനത്തിന് മിടുക്കനാണ്. ലോകപരമായി അവന് പലവിധമായ കാര്യങ്ങളും ജോലികളും ഒക്കെ അവൻ്റെ മുമ്പിലുണ്ട്. പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിട്ട് അവൻ ദൈവവചനം പഠിച്ച് കർത്താവിൻ്റെ വേലക്കാരനാകണമെന്നുള്ള ഒരു വലിയ സമർപ്പണത്തിൽ സഞ്ചരിക്കുന്ന ഒരുവനാണ്. ഈ കാലഘട്ടത്തിൽ എത്ര യൗവനക്കാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തയുണ്ട്? അത് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ സഹോദരങ്ങളോട് ആരോടൊക്കെയോ പറയുമായിരുന്നു, നമ്മുടെ യൂട്യൂബിൽ ഈ മെസ്സേജൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ 5000, 10000, 3000, 2000 എന്നൊക്കെ പറഞ്ഞ ആളുകൾ കാണുന്നുണ്ട്. ആ കാണുന്ന ആളുകളെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം, എന്നിട്ട് ഈ ഭാഗത്തേക്ക് ഞാൻ വരാം. അതായത് എബ്രായർ 10:39 ഞാനിപ്പോൾ പറയാം. ആ പിക്ചർ ഒന്ന് കാണിച്ചേ രതീഷേ. നമ്മുടെ കേൾവിക്കാരായ ആളുകളെ നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചാർട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. സഹോദരങ്ങളെ, നിങ്ങൾ കണ്ടല്ലോ, അതിൽ 13 മുതൽ 17 വയസ്സ് വരെയുള്ളവരാരും കാണുന്നില്ല. 18 മുതൽ 24 വയസ്സ് വരെയുള്ളവർ 0.4% ഉള്ളൂ നമ്മുടെ കേൾവിക്കാർ.
25 മുതൽ 34 വയസ്സ് വരെ 5.2% ആൾക്കാരേ ഉള്ളൂ. 35 മുതൽ 44 വരെ 10 സംതിങ്ങേ ഉള്ളൂ. 45 മുതൽ 54 വരെ 17.5% ഉള്ളൂ. അത് കഴിഞ്ഞ് 55 വയസ്സ് മുതൽ മുകളിലേക്കുള്ള ആളുകൾ എന്ന് പറയുന്നത് ഒരു 32 സംതിങ്ങോ 33 ഒക്കെ കാണുമായിരിക്കും. അത്രയും കൂട്ടിയാൽ മതി അല്ലേ? 55 വയസ്സിന് മുകളിലേക്കുള്ള ആളുകളാണ് നമ്മുടെ കേൾവിക്കാരിൽ ഏറിയ പങ്കും. ഒരു 30-32% ആൾക്കാർ അവിടെ വരും. ഇനി താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് മെയിലും ഫീമെയിലും ഉണ്ട്. ഫീമെയിലിൽ വലിയ വർധനവ് കാണിക്കുന്നുണ്ട്. പണ്ട് 13% ആയിരുന്നു നമ്മുടെ ഫീമെയിൽ കേൾവിക്കാർ. കഴിഞ്ഞ നാളുകളിൽ കേൾവിക്കാരായ സഹോദരിമാരുടെ എണ്ണം 13% ആയിരുന്നു. അതിൽ നിന്ന് 38% വരെ ഉയർന്നിട്ടുണ്ട്. അത് വലിയൊരു സംഭവം തന്നെയാണ്, ചരിത്ര സംഭവം തന്നെയാണത്. അതിൽ ഈ പിക്ചർ എന്തിനാണ് നിങ്ങളെ കാണിച്ചതെന്ന് മനസ്സിലായോ? അതിൽ യൗവനക്കാരുടെ പെർസെൻറ്റേജ് നിങ്ങൾ കാണാൻ വേണ്ടിയാണ്. അതേ സമയം തന്നെ ഞാനൊരു യൗവനക്കാരൻ്റെ കാര്യം ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞു. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡിക്ക് പോകേണ്ട അവൻ കർത്താവിൻ്റെ വചനം പഠിച്ച് കർത്താവിനെ ശുശ്രൂഷിക്കാൻ പാകത്തിന് ഒരു സമർപ്പണത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ അവൻ പല നിലകളിൽ സഞ്ചരിച്ചും മറ്റുമൊക്കെ കാര്യങ്ങളെ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര യൗവനക്കാർ വചനം കേൾക്കാൻ തൽപരരായിട്ടുള്ളവരുണ്ട്? സഹോദരങ്ങളെ, എൻ്റെ അനുഭവത്തിൽ എന്നോട് ഞാൻ പ്രസംഗിച്ച പ്രസംഗത്തെക്കുറിച്ച് ഒരു 30 വയസ്സിൽ താഴെയുള്ള ആരും കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് ചോദിച്ചിട്ടില്ല. ആകെ സംസാരിച്ച് നമ്മുടെ സഹോദരി അൻസു മാത്രമാണ്. അവൾ വന്ന് സ്നാനപ്പെട്ട് ദൈവസഭയുടെ ഭാഗമായി തീർന്നു. അതല്ലാതെ ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ ഒരു 30 വയസ്സിൽ താഴെയുള്ള പിള്ളേരൊന്നും എന്നോട് പാസ്റ്റർ ആരാധനയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ന്യൂസിലാൻഡ് മീറ്റിങ്ങിൽ, ആ പറഞ്ഞ കാര്യങ്ങളുടെ ആഴങ്ങൾ എനിക്ക് മനസ്സിലായില്ല. ആ സമർപ്പണത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചല്ലോ, യാഗത്തെക്കുറിച്ചും ധൂപത്തെക്കുറിച്ചും പറഞ്ഞല്ലോ, എനിക്കൊന്നും മനസ്സിലായില്ല, ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാവോ? ഒരു കുഞ്ഞും പറഞ്ഞില്ല. എല്ലാം 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ സ്നാനപ്പെട്ടതാ. പെന്തക്കോസിലുള്ള വലിയ പങ്കും 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ സ്നാനപ്പെട്ടതാണല്ലോ. ആ സ്നാനപ്പെട്ട ആളുകൾക്കൊന്നും നമ്മുടെ യൗവനക്കാർ ഇങ്ങനെയുള്ള ആഴമേറിയ വിഷയങ്ങൾ പഠിക്കുകയോ ചിന്തിക്കുകയോ ധ്യാനിക്കുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്യാനായിട്ട് ഉത്സാഹിക്കുന്നില്ല. അതിനിടയിൽ വേറിട്ട ചില സ്വരങ്ങളെയാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. ഓക്കെ, ഞാൻ അവനുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ സംസാരിച്ചു പോയ കൂട്ടത്തിൽ എബ്രായർ 10:39 ഞാൻ മുമ്പിൽ വെച്ചു. എന്നിട്ട് ഞാൻ അവനെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ചോദിച്ചതാണ്. ഈ വാക്യത്തിൽ 2 ഗ്രൂപ്പുണ്ട്. ആ 2 ഗ്രൂപ്പിനെ ഒന്ന് പുറത്തു കൊണ്ടുവരാൻ പറഞ്ഞു. ആ വാക്യം ഒന്ന് പ്ലേസ് ചെയ്ത രതീഷേ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരോട് ചോദിച്ചാലും അവൻ പറഞ്ഞ ഉത്തരം തന്നെയായിരിക്കും പറയാൻ സാധ്യത. കാരണം അവിടെ നമ്മൾ കാണുന്നത് നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ. നാശത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടം ആൾക്കാരും വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും, അങ്ങനെ 2 കൂട്ടം ആൾക്കാരാണ് ഈ വാക്യത്തിൽ കാണുന്നത്. ശരിയാണോ സഹോദരങ്ങളെ? ആ ആശയത്തോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? അതായത് സഹോദരങ്ങളെ, ഈ വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ 2 കൂട്ടം ആൾക്കാരെ കാണാം. അതായത് എബ്രായ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവരാജ്യ പ്രവേശനം ലഭിച്ചു വന്ന ആളുകൾ, ആ ആളുകളാണ് ഈ വാക്യത്തിൽ പറയുന്ന എല്ലാവരും. ഈ വാക്യത്തിൽ പറയുന്ന എല്ലാവരും അങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയാൽ അഭിഷേകത്തിൽ നിൽക്കുന്നവരാണ്. അതിൽ ഒരു കൂട്ടം ആൾക്കാർ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവർ ജീവരക്ഷയ്ക്കായി മുൻപോട്ട് പോകുന്നു. മറ്റൊരു കൂട്ടം ആൾക്കാർ പിന്മാറിപ്പോകുന്നു. ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് എങ്ങനെയാണെന്നറിയാവോ? നാശത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടം ആൾക്കാരും പിന്നെ ജീവരക്ഷ പ്രാപിക്കുന്ന മറ്റൊരു കൂട്ടം ആൾക്കാരെന്ന്. ആ വാക്യത്തിലെ എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം അങ്ങനെയല്ല പറയേണ്ടത്. അതായത് ഇവരെല്ലാവരും വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ദൈവരാജ്യത്തിൽ വന്നവരാ. അതിൽ ഒരു കൂട്ടം ആൾക്കാർ അങ്ങനെ തന്നെ വിശ്വാസത്താൽ മുൻപോട്ട് പോവുകയാണ്, അവർ ജീവരക്ഷ പ്രാപിക്കും. മറ്റൊരു കൂട്ടം ആൾക്കാർ പിന്മാറുകയാണ്, ആ വിശ്വസിച്ച വിശ്വാസത്തിൽ നിന്ന് പിന്മാറുകയാണ്. ആ പിന്മാറിപ്പോകുന്നവരുടെ അന്തം എന്താവും എന്ന് ചോദിച്ചാൽ അത് നാശത്തിൽ കലാശിക്കുമെന്നുള്ളതാണ് പറയാനുള്ളത്. നാശമെന്ന് പറഞ്ഞാൽ നിത്യനാശമാണ്, അല്ലാതെ പ്രതിഫലം കിട്ടില്ല. അവർ പുതിയ ഭൂമി വരും എന്നൊക്കെ പഠിപ്പിച്ചാലുണ്ടല്ലോ, ഈ പഠിപ്പിക്കുന്ന പുള്ളിനെയൊക്കെ തമ്പുരാൻ കൈകാര്യം ചെയ്യുന്ന ദിവസം വരുന്നു. അത്ര തന്നെ ആളുകൾക്ക് തെറ്റായ ഒരു സിഗ്നലല്ലേ കൊടുക്കുന്നത്. നാശത്തിലേക്ക് പോകുന്നവൻ പുതിയ ഭൂമി വരും, അവന് പ്രതിഫലം കിട്ടില്ലെന്നൊക്കെ പഠിപ്പിച്ച് എങ്ങനെ ഇരിക്കും സഹോദരങ്ങളെ? അത്തരം മഹാന്മാർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന റിവാർഡുകൾ ഭയങ്കരമായിരിക്കും, കടുപ്പമായിരിക്കും. ആ വാക്യം സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ ആഴത്തിലേക്ക് പോകാനാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ
അഭ്യസിപ്പിച്ചത്. വാക്യങ്ങളെല്ലാം നമ്മൾ അങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്. പെരിഫറൽ ലൈനിൽ നിന്ന് അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. ഇപ്പം നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ പോയപ്പോൾ കണ്ടില്ലേ, താനോ തീയിൽ കൂടി രക്ഷപ്പെടും. അപ്പോൾ രക്ഷപ്പെടുമല്ലോ, താനോ രക്ഷപ്പെടുമോ. അപ്പോൾ എല്ലാ പെന്തക്കോസ്തുകാരും എങ്ങനെ വേണേലും നടന്നോ, തീക്കട കടത്തിവിടും, രക്ഷയും പെടും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം അല്ലേ. അവിടെ എന്താ കാണുന്നത്? എല്ലാവരും തീയിലൂടെ കടന്ന് രക്ഷപ്പെടുമെന്നാണ്. അങ്ങനെയാണോ ആ വാക്യത്തിൻ്റെ അർത്ഥം? ആ അധ്യായത്തിൻ്റെ പ്രത്യേകത എന്താ? ശുശ്രൂഷകരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ എഴുതിയിരിക്കുന്നത്. അവരുടെ പ്രവൃത്തികൾ, അവരുടെ ശുശ്രൂഷ, അവരുടെ അധ്വാനമില്ലേ, ആ അധ്വാനം വെന്തുപോയി കഴിഞ്ഞാൽ അവന് ഛേദം വരും. ദൈവസന്നിധിയിൽ അവൻ ലജ്ജിക്കും. ആ ശുശ്രൂഷകൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ലജ്ജിക്കും. പക്ഷേ തീയിൽ കൂടെ എന്ന പോലെ അവനവൻ്റെ രക്ഷയിലുണ്ട്. ആ ശുശ്രൂഷകൻ തൻ്റെ രക്ഷയിലുണ്ട്. ക്രിസ്തുവിലുള്ള രക്ഷ ഏറ്റുപറഞ്ഞിരിക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് തൻ്റെ ഉള്ളിലുണ്ട്. തൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ കയ്യിലെ അളവ് നൂലും ഇല്ല, തൂക്കുകട്ടയില്ല. ഈ കൂടെ നിന്ന വിശ്വാസികൾ അതൊന്നും ശ്രദ്ധിച്ചില്ല. അവർക്ക് ആകെ ശ്രദ്ധ ഇത്രയേ ഉള്ളൂ, 1-ാം തീയതി ആകുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു കവറിലിട്ട് പാസ്റ്റർക്ക് എന്തെങ്കിലും കൊടുക്കണം. പിന്നെ അടുത്ത 31-ാം തീയതി വരെ പാസ്റ്റർ പ്രശംസാവാചകങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. ഇവർക്കത് കേട്ടുകൊണ്ടിരിക്കണം. പിന്നെ അടുത്ത 31-ാം തീയതി വരെ ഇവരെ തലോടിക്കൊണ്ടിരിക്കും, ഇവരെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കും. പനി വരേണ്ട താമസമുള്ളൂ, പാസ്റ്റർ പൊക്കി എടുത്തിട്ടുണ്ട് ആശുപത്രി കൊണ്ടുപോകും. പിന്നെ പാസ്റ്റർ അമ്മാമ ഇടത്തും പാസ്റ്റർ വലത്തും ഇരുന്ന് ഓറഞ്ചിൻ്റെ അല്ലി ഇങ്ങനെ പൊട്ടിച്ച് തന്നുകൊണ്ടിരിക്കും. തിന്ന് നമ്മൾ മടുക്കുകയും ചെയ്യും. അങ്ങനെ നമ്മളെ സ്നേഹിച്ചും കരുതലിൻ്റെ അങ്ങേയറ്റമായിരിക്കും 31 ദിവസം. പിന്നെ നമ്മൾ ഈ പ്രക്രിയയിലേക്ക് പോകും. അവസാനം തീയിലൂടെ പോകുമ്പോൾ എല്ലാം വെന്തും പോകും. അത്ര തന്നെ. ശുശ്രൂഷകൻ്റെ കയ്യിൽ അളവ് നൂലും തൂക്കുകട്ടയും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണമെന്നേ. അദ്ദേഹത്തിൻ്റെ ഒരു കയ്യിൽ പരിചയമുണ്ടോ, മറു കയ്യിൽ വാളുണ്ടോ എന്നൊക്കെ നോക്കണം. വിശ്വാസത്തിൻ്റെ മർമ്മം മുറുകെ പിടിക്കുന്നവനാണോ, സാക്ഷ്യമുള്ളവനാണോ? 1 തെസ്സലോനിക്ക ലേഖനത്തിലെ ഒരു വാക്യം കൂടെ വേഗം കൊണ്ടുവരാം. അതായത് 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. അവിടെ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകിയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വെച്ച് തരുവാൻ ഒരുക്കമായിരുന്നു. അതായത് കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി അവരുടെ പ്രാണനും കൂടെ വെച്ച് തരാൻ ഒരുക്കമായിരുന്നെന്ന്. ഈ സെയിം കാര്യം തന്നെ ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിലുണ്ട്. എവിടെയാ? ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിലുണ്ട്. അതിൻ്റെ 17-ാം വാക്യത്തിൽ: എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോടെല്ലാവരോടും കൂടെ സന്തോഷിക്കും. രക്തം ഒഴിക്കേണ്ടി വന്നാലും സന്തോഷിക്കുമെന്ന്. ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ്റെ നിലയാണ് കാണിക്കുന്നത്. അവൻ സ്വാർത്ഥനല്ലായിരിക്കണം. സ്വാർത്ഥനായൊരു ശുശ്രൂഷകൻ ഒരിക്കലും ഇങ്ങനെയുള്ള വാക്കുകൾ പറയാൻ കഴിയില്ല. അവന് വേണ്ടി, അവൻ്റെ കുടുംബത്തിന് വേണ്ടിയും അവൻ്റേതായ കാര്യങ്ങൾക്കും വേണ്ടി മാത്രം ജീവിക്കുന്നവനായിരിക്കും. അവന് ബാക്കി ഡ്യൂട്ടി ആയിരിക്കും. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് വരും, ഡ്യൂട്ടി പൂർത്തീകരിക്കും. പിന്നെ അതിനിടയ്ക്ക് പനിയും ചുമയൊക്കെ വരുമ്പോൾ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകും, അതൊക്കെ വേറെ കാര്യം. അതേസമയം നമുക്ക് ആത്മീയ പോഷണം ലഭിക്കുമാറ് വചനത്തിൻ്റെ ഏടുകൾ നമുക്ക് അടർത്തിയെടുത്ത് തരണം. അത് ഭക്ഷിക്കാൻ പാകത്തിന് നമുക്ക് ഡിവൈഡ് ചെയ്ത് തുറന്നു തരണം. അങ്ങനെ നമ്മൾ ഭക്ഷിച്ച് ബലപ്പെട്ട് ശക്തി പ്രാപിക്കണം, ശക്തിയോടെ മുന്നോട്ട് പോകണം, അതിനിടയാക്കണം. അതാണ് യഥാർത്ഥ ശുശ്രൂഷ എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു സങ്കീർത്തനം വായിച്ചിട്ട് എന്തെങ്കിലും കുറേ കറക്കിക്കുത്തി പറഞ്ഞു വിട്ടാൽ ജനം തലയെടുപ്പുള്ളവരാകില്ല. അവർ ഭേദാഭേദങ്ങളെ തിരിച്ചറിയണം, വഞ്ചനകളെ തിരിച്ചറിയണം, ഉപദേശത്തിൻ്റെ കാറ്റുകൾ അടിക്കുമ്പോൾ തൽക്ഷണം തിരിച്ചറിയണം. ഇന്നൊരു വീഡിയോയും കൂടെ നിങ്ങളെ കാണിക്കാനുണ്ടായിരുന്നു. ആ വീഡിയോ ഇനി എങ്ങനെ കാണിക്കും രതീഷേ? ഓക്കെ, സാരമില്ല. ആ വീഡിയോ കാണിച്ചിട്ട് ഞാൻ ഇനി കൂടുതൽ പ്രസംഗിക്കുന്നില്ല. അതിൻ്റെ വിശദീകരണം അടുത്ത ആഴ്ച പറയാം. ആ വീഡിയോയിൽ നിന്നുകൊണ്ടൊരു വിശദീകരണം അടുത്ത ആഴ്ചയുണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക. അതിൽ നിന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും നിങ്ങളോട്. ഇപ്പോൾ കാണുന്ന വീഡിയോയിൽ നിന്ന് പല ക്വസ്റ്റ്യൻസും ഞാൻ നിങ്ങളോട് ചോദിക്കും. ആ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ തരണം. ഞങ്ങളൊക്കെ എന്തെങ്കിലും പ്രസംഗിക്കുമ്പം വിടുതല പ്രസംഗിക്കുന്നത്, അനുഗ്രഹമോ പ്രസംഗിക്കുന്നത്, സ്തോത്രം. ഞാൻ കഷ്ടപ്പെടുമെന്ന് നിങ്ങളോട് പ്രസംഗിച്ചാൽ എനിക്ക് വലിയ പ്രയാസമാണ്. കാരണം ഞാൻ എയർ കണ്ടീഷൻ റൂമിലാണ് ഇരിക്കുന്നത്. എൻ്റെ ഓഫീസ് എയർ കണ്ടീഷനാ, റൂം എയർ കണ്ടീഷനാ, കാർ എയർ കണ്ടീഷനാ. അതിൻ്റെ അകത്ത് ഇരുന്നോണ്ട് കഷ്ടത ദൈവത്തിന് വരവാ നിങ്ങളോട് പറയാൻ ഈസിയാ. ഞാൻ കഷ്ടപ്പെട്ടിട്ട് വേണം പറയാൻ. സ്തോത്രം. ജയിലിൽ കിടക്കുന്ന 8 ദാസന്മാർ വന്ന് പറയട്ടെ കഷ്ടപ്പെടുമെന്ന്.
കഷ്ടത ദൈവം തരുന്നതാണെങ്കിൽ സഹിക്കണം. പക്ഷെ പാവപ്പെട്ട ജനത്തോട് കഷ്ടത പറയുകയും സുഖിച്ച് ഞാൻ എയർ കണ്ടീഷൻ്റെ അകത്ത് ഇരിക്കുന്നു ശരിയായ കാര്യമല്ലെന്ന് ഞാൻ ചിന്തിക്കണം. ഞാനൊരു കോട്ടയത്തിനടുത്ത സഭയെ താൽക്കാലിക ശുശ്രൂഷകനായി കുറെ നാളുകൾക്ക് മുമ്പ് പോയായിരുന്നു. അപ്പോൾ അവിടെ വിദേശത്തു നിന്ന് ഒരു അച്ഛൻ വന്നപ്പോൾ സെക്രട്ടറി വന്ന് പറഞ്ഞു, ഈ അച്ചായൻ അവിടുത്തെ സെക്രട്ടറി ഇച്ചിരി സമയം കൊടുക്കണമെന്ന്. അരമണിക്കൂർ സമയം കൊടുത്തപ്പോൾ അച്ചായൻ പ്രസംഗിച്ചതെല്ലാം കഷ്ടത അനുഭവിക്കാനുള്ള വരം ദൈവം നൽകിയിരിക്കുന്നു. കഷ്ടപ്പെടണം. ഞാൻ പിറ്റേ ആഴ്ച അച്ഛൻ്റെ വീട്ടിലായിരുന്നു എനിക്ക് ലഞ്ച്, എനിക്കും ഫാമിലിക്കും. അപ്പൊ ഞാൻ പിറ്റേ തിങ്കളാഴ്ച പോവാൻ ഞാൻ വെച്ച് അച്ഛാ ധൃതി വെച്ച് പോകുന്നേ. അച്ഛൻ പറയാ, അത് എന്റെ എസ്റ്റേറ്റിൻ്റെ 35 ഏക്കറുകൾ ഉണ്ടായിരുന്നു, അത് വാങ്ങിക്കാൻ വന്നത്. 35 എസ്റ്റേറ്റിന്റെ കൂടെ 35 ഏക്കറോട് പെട്ടെന്ന് എഴുതിക്കാൻ വന്ന അച്ചായനാ പറഞ്ഞത്, നിങ്ങൾ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട വിശ്വാസികളോട് ഒട്ടും താല്പര്യമില്ല. അതെനിക്ക് പറയാൻ സ്തോത്രം. ഞാൻ കഷ്ടപ്പെടുന്നെങ്കിൽ കഷ്ടപ്പെടാൻ മനസ്സുണ്ടായിട്ട് വേണം നിങ്ങൾ കഷ്ടപ്പെടുമെന്ന് പറയാൻ. ഈ വീഡിയോയിൽ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒന്നും തോന്നില്ല. നിങ്ങളുടെ ആത്മീയ വളർച്ച എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ കാണിക്കുന്നത്. നിങ്ങൾ ആ കാര്യങ്ങളോട് പ്രതികരിക്കുമ്പോൾ നിങ്ങളുടെ വളർച്ച നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് എനിക്ക് പിടികിട്ടും. ഇപ്പോൾ പ്രസംഗിച്ച ഈ പ്രസംഗി 2 ആഴ്ച മുമ്പ് നമ്മുടെ ന്യൂസിലാൻഡ് ചർച്ചിൽ വന്ന് പ്രസംഗിച്ചിരുന്നു. അവിടെ അദ്ദേഹം പല ചർച്ചുകളിലും പ്രസംഗിച്ചിരുന്നു. അവിടുത്തെ ന്യൂജൻ പെന്തിക്കോസിലും അല്ലാത്ത പെന്തിക്കോസിലും ഒക്കെ വന്നായിരുന്നു. അപ്പോൾ അവിചാരിതമായിട്ട് ഇന്ന് ഈ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് നിങ്ങളെ കേൾപ്പിക്കണം തോന്നി. വേറെ ആരും കേൾപ്പിക്കാനല്ല, നിങ്ങളെ കേൾപ്പിക്കാൻ തോന്നി. അതിലെ ഓരോ ഭാഗങ്ങളും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത് എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. അതായത് ഒരു ന്യൂജൻ പെന്തിക്കോസ് ചർച്ചിലെ പാസ്റ്ററല്ല, വളരെ ബഹുമാന്യനായൊരു സീനിയർ പാസ്റ്ററാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ പഠിച്ചതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്, നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അതുപോലെ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൻ്റെ അവസാന ഭാഗം പറഞ്ഞ കാര്യങ്ങളായിരുന്നു ഇന്ന് പ്രധാന മെസ്സേജായിട്ട് പറയാനായിട്ട് താല്പര്യപ്പെട്ടത്. അതായത് ദൈവസഭയുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ കേൾക്കാത്ത കാര്യമായിരിക്കാം. വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിലെ 7 തങ്ക നിലവിളക്കുകളെ കാണിച്ചിട്ട് ദൈവസഭയുമായി ചിത്രീകരിച്ച് അതിൽ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിലെ നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രം എന്നുള്ളൊരു വിഷയം പറഞ്ഞു. അപ്പോൾ അത് രണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് 1-ാം നൂറ്റാണ്ടിലെ സഭയുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്ക്. പിന്നെ ഇന്ന് കാണുന്ന ഈ ബഹളങ്ങളും ഉന്തും തള്ളും അങ്ങനെയുള്ള സഭാരാഷ്ട്രീയവും അരുതായികകളും കൊള്ളരുതായ്മകളും ഒക്കെ ഒത്തിരിയുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇനി നിലയ്ക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ പറഞ്ഞിരുന്നു, അതൊന്നും നിലയ്ക്കില്ല, അതൊക്കെ അങ്ങനെ തന്നെ പോകും. അതേസമയം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ ഇപ്പോൾ കൊണ്ടുവരുവാൻ എളുപ്പമുള്ള കാര്യമല്ല. സിസ്റ്റം മുഴുവനും തകർത്തിട്ട് അങ്ങനെ ഒരു 1-ാം നൂറ്റാണ്ടിലേക്കൊക്കെ മടങ്ങി പോകുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും നിങ്ങൾ അറിയാനും പഠിക്കാനും വേണ്ടി ഒന്ന് പറയുന്നു എന്ന് മാത്രമാണ് ആ ഭാഗം പറഞ്ഞത്. എന്നിട്ട് ആ ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഫേസ്ബുക്കിലിട്ടിരുന്നു. ആ വീഡിയോയും അതിൻ്റെ കൂടെ ഒരു കുറിപ്പ് ഞാൻ ഒരുപറ്റം ആളുകൾക്ക് അയച്ചത് ഇങ്ങനെയാണ്: നിങ്ങൾ ഈ ഭാഗം കേട്ടിട്ട് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശദീകരണങ്ങൾ തരണം. നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും കൊരിന്ത്യർ ലേഖനത്തിൽ നിന്നും മുൻനിർത്തിക്കൊണ്ട് ദൈവസഭയുടെ ആദ്യകാല ഒരു പിക്ചറാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത്. നിങ്ങളതിനെ എങ്ങനെ പഠിക്കുന്നു, നിങ്ങളെങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ള കാര്യം പറയണമെന്ന് പറഞ്ഞു. അതിന് മറുപടി എന്നോണം ഈ സമയം വരെ 2 പേര്, ഒരു സഹോദരനും ഒരു സഹോദരിയും മാത്രമാണ് മറുപടി പറഞ്ഞത്. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ കേൾക്കാത്തതും ശ്രദ്ധിക്കാത്തതുമായ തരത്തിലൊരു കാര്യമായതുകൊണ്ട് ഒരു മറുപടി പറയാൻ പറ്റാത്തതാണെങ്കിൽ പോലും, പാസ്റ്റർ എനിക്ക് അതിൽ നിന്നൊരു ഉത്തരവും കിട്ടിയില്ല, ശ്രമിച്ചു നോക്കി, എന്നെങ്കിലും ഒരു ലൈൻ എനിക്ക് എഴുതി അയക്കാമായിരുന്നു. അതുപോലും പലരും ചെയ്തില്ല. അങ്ങനെയെങ്കിലും ഒരു സിംഗിൾ ലൈൻ എഴുതി എനിക്ക് അയക്കാമായിരുന്നു. പക്ഷേ നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും അത് ചെയ്തില്ല. അതൊരു മര്യാദയാണോ ഇല്ലയോ എന്ന് നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ഞാൻ വളരെ ആകാംക്ഷയിലാണിരുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും, ആ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ ചിന്തകൾ എങ്ങനെയാണ്? അതായത് ഞാൻ ആ പ്രസംഗിച്ച പ്രസംഗത്തിൽ നിന്ന് നിങ്ങൾ കൂടുതൽ വചനത്തിലേക്ക് പോകണം. നിങ്ങൾ പുതിയ നിയമം മുഴുവനും പരതണം. അങ്ങനെ അന്വേഷിച്ചും പിടിച്ചും ഒക്കെ നിങ്ങൾക്ക് ഒരു രൂപരേഖ കിട്ടും. അപ്പോസ്തലന്മാരുടെ സഞ്ചാരപഥങ്ങൾ, അവിടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു, സെക്രട്ടറി ഉണ്ടായിരുന്നു. അന്ത്യോക്യയിലെ സഭയിലെ മിഷണറി ആയിരുന്നു പൗലോസ്. ആ പൗലോസാണ് സഞ്ചരിച്ച് ഫിലിപ്പിയിലെത്തിയത്. അപ്പോൾ ഫിലിപ്പിയിലെ സഭ എന്ന് പറയുന്ന അന്ത്യോക്യയിലെ സഭയുടെ ബ്രാഞ്ചാണോ? നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം അത് അല്ലേ? പൗലോസ് സഞ്ചരിച്ച് ഗലാത്യയിൽ ചെന്നു. അപ്പോൾ അന്ത്യോക്യയിലെ സഭയുടെ ബ്രാഞ്ചാണോ ഗലാത്യ സഭ?
പത്രോസും മറ്റുള്ളവരുമൊക്കെ പല ദിക്കുകളിൽ സഞ്ചരിച്ചു പോയി, അവിടെയൊക്കെ സുവിശേഷം അറിയിച്ചു. ഫിലിപ്പോസ് യെരുശലേമിൽ നിന്ന് ശമരിയയിലേക്ക് പോയി എന്ന് ചിന്തിച്ചോ? അങ്ങനെയെങ്കിൽ ശമരിയയിലെ സഭ യെരുശലേമിലെ സഭയുടെ ബ്രാഞ്ച് സഭയാണോ? അതൊക്കെ ചിന്തിക്കട്ടെ. അങ്ങനത്തെ എക്സ്ക്യൂസ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സിംഗിൾ ലൈൻ എഴുതി അയക്കുന്നതിന് ഡൊണാൾഡ് ട്രംപിന് 24 മണിക്കൂറുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും 24 മണിക്കൂറുണ്ട്. നിങ്ങൾക്ക് 23 മണിക്കൂറും ട്രംപിന് 24 മണിക്കൂറും ആണെങ്കിൽ ശരിയാ. കഷ്ടം, 1 മണിക്കൂർ കുറവാണ് നമുക്ക്. എന്നിട്ടാണ് ആ പാസ്റ്റർ ഈ ചോദ്യം ചോദിക്കുന്നതെന്ന് പറയാം. സഹോദരങ്ങളെ, നിങ്ങൾ ജോലിയിലും മറ്റുമൊക്കെ ബന്ധപ്പാടുള്ളവരാണ്, എനിക്കറിയാം, വലിയ തിരക്കുള്ളവരാണെന്നറിയാം. പക്ഷെ ഒരു സിംഗിൾ ലൈൻ എഴുതി അയക്കാമല്ലോ. ഞാനത് കേട്ടില്ല, കേൾക്കാൻ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ കേട്ടു എനിക്കൊന്നും മനസ്സിലായില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ഉരുത്തിരിഞ്ഞ് വരുന്നില്ല എന്നെങ്കിലും പറയാൻ പാടില്ലേ? നമ്മൾ ഈ കൊണ്ടുവന്ന ആശയം ഇന്ന് വരെ മലയാളി പെന്തിക്കോസിൽ ഒരു സ്ഥലത്തും പ്രസംഗിക്കപ്പെടാത്തൊരു ആശയമാണെന്ന് ഓർക്കണം. നമ്മൾ പുതിയ നിയമം തുറന്നു വെച്ചിട്ടല്ലേ ആ ആശയം കൊണ്ടുവന്നത്. ഇന്ന് കാണുന്ന കാര്യങ്ങളും അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലെ കാര്യങ്ങളും വളരെ കൃത്യതയോടെയാണ് പറഞ്ഞത്. പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ ഞാൻ പറഞ്ഞത് എന്താ? നമ്മുടെ ആളുകൾ അത് അംഗീകരിക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. എന്നാൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ഞാൻ വാക്യങ്ങൾ ഇനിയും സജ്ജമാക്കി വെച്ചിരിക്കുകയായിരുന്നു ഇന്ന് പറയാനായിട്ട്. സാരമില്ല, കർത്താവ് വരാൻ താമസിച്ചാൽ അവിടെ നിന്ന് അനുവദിച്ചാൽ നമുക്ക് അടുത്ത ആഴ്ച ആ കാര്യം തന്നെ എടുക്കാം. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് എവിടെ നിർത്തിയോ അതിൻ്റെ തുടർച്ചയെന്നോണം മുന്നോട്ട് വരാം. നോക്കണം, വെറും ഒരു ചടങ്ങ് ഓൺലൈൻ മീറ്റിംഗ് ആയിട്ട് ഇത് അവസാനിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. ഒരു ചടങ്ങ് ഓൺലൈൻ മീറ്റിംഗ് ആയിട്ട് ധാരാളം മീറ്റിംഗ് അങ്ങനെ നടക്കുന്നുണ്ട്. ആളുകൾ ചുമ്മാ വന്നിരുന്ന് കേട്ടിട്ട് പോകും. ഏതെങ്കിലും പാസ്റ്റർമാർ ചുമ്മാ ഇരുന്ന് പ്രസംഗിച്ചിട്ട് പോകും. വേറെ പ്രത്യേകിച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. എനിക്കങ്ങനെ കളയാൻ സമയമില്ല. ഞാൻ നന്നായിട്ട് അധ്വാനിച്ചിട്ടാണ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നത്. നന്നായിട്ട് ഏതെങ്കിലും ഒരു ചർച്ചിലെ പാസ്റ്റർ അയാളുടെ സഭായോഗത്തിൽ ഞാൻ അധ്വാനിക്കുന്നതിൻ്റെ 4/1 അധ്വാനിക്കുന്നുണ്ടാകില്ല. കാരണം നമ്മളീ പറയുന്ന മെസ്സേജുകൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നു, പല രാജ്യങ്ങളിലിരുന്ന് സൗരങ്ങൾ കേൾക്കുന്നു. പറയുന്ന മെസ്സേജിൻ്റെ തുടർച്ചയാണ് അടുത്ത ആഴ്ചകളിൽ പറയുന്നത്. ഒരു പഠനം പോലെ അതിൻ്റെ കണ്ടിന്യൂവേഷനിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നിങ്ങൾ എന്തറിഞ്ഞു, നിങ്ങൾ എന്ത് പഠിച്ചു, നിങ്ങൾ എന്ത് ഗ്രാസ്പ് ചെയ്തു, നിങ്ങൾ ഓവർ ടൈം വർക്ക് ചെയ്തോ, ഇതൊക്കെ എനിക്കറിയണം. നിങ്ങൾ ഓവർ ടൈം എത്രമാത്രം ഉത്സാഹിച്ചു? നിങ്ങളുടെ ജോലി കാര്യങ്ങളിൽ നിങ്ങൾ ഓവർ ടൈം ചെയ്യുന്നവരല്ലേ? അതിനൊന്നും മടിയില്ല നിങ്ങൾക്ക്. ഇപ്പം നമ്മുടെ ചില സഹോദരങ്ങളുണ്ട് അങ്ങ് ഫാർ ഈസ്റ്റിലൊക്കെ ഉള്ളവരാണ്. അവരെ സംബന്ധിച്ച് അവർ സൺഡേ ആഫ്റ്റർനൂണിൽ വർക്ക് ചെയ്താൽ ത്രിബിൾ ഡ്യൂട്ടി. അതുകൊണ്ട് സൺഡേ ആഫ്റ്റർനൂണിലൊക്കെ വർക്ക് ചെയ്യും. സാരമില്ല, കാരണം വലിയ ജീവിത ചെലവും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ ഫ്രീ ടൈമിൽ അവർ വർക്ക് ചെയ്യട്ടെ. ആ ഓവർ ടൈം വർക്ക് ചെയ്ത് അതിൽ ആനന്ദം കണ്ടെത്തുന്നുണ്ട്. അതുപോലെ ഈ സാധുവായ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഓവർ ടൈം വർക്ക് ചെയ്ത് അതിനെക്കുറിച്ച് നിങ്ങൾ ഒരു മറുപടിയൊക്കെ തരികയാണെങ്കിൽ എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയാവോ? നിങ്ങളിൽ പലരും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ടല്ലോ, അക്കൗണ്ട് നമ്പർ ഒന്ന് തരാമോ എന്ന് ചോദിക്കാറില്ലേ പലരും? ആ ചോദിക്കുന്ന ആളുകളോട് തന്നെയാണ് ഞാൻ അതേ നാവ് കൊണ്ട് തന്നെ മറുപടി പറഞ്ഞാൽ മതി. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. കൈയാണോ വളരുന്നത്, കാലാണോ വളരുന്നതെന്ന് എനിക്കും കാണാൻ ആഗ്രഹമില്ലേ? വളർച്ചയുണ്ടോ ഇല്ലയോ, അതോ നട്ടതുപോലെ തന്നെ ഇരിക്കുകയാണോ, കാര്യങ്ങളെയൊക്കെ ഗ്രഹിക്കാൻ പാകത്തിലുള്ള പ്രാപ്തിയിലേക്ക് എത്തുന്നുണ്ടോ പ്രിയപ്പെട്ടവർ? എന്നെപ്പോലെയുള്ള ആളുകളെയൊക്കെ കല്ലെറിയാൻ പാകത്തിന് ലോഡ് കണക്കിന് കല്ലുകൾ ടിപ്പർ ലോറിയിൽ റെഡിയാക്കി വെച്ചിരിക്കുക. കാരണം നിങ്ങളെല്ലാം വിളിച്ചിരുത്തി ഇങ്ങനെ പ്രസംഗിപ്പിച്ച് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ നടുവിൽ തലകുനിക്കേണ്ട വരും എനിക്ക്. അതിനിട വരാതിരിക്കണമെങ്കിൽ നിങ്ങളെല്ലാം തലയെടുപ്പോടെ രംഗത്തേക്ക് വരണം. ഓരോ വിഷയങ്ങളെക്കുറിച്ച്, അതായത് സജിപ്പാസ് ചിന്തിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ വലിയ പാടായിരിക്കും. എന്നാൽ നമ്മൾ തിമോത്തിയോസിനെയും പൗലോസിനെയും കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അതായത് പൗലോസ് ചിന്തിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് തിമോത്തിയോസും ചിന്തിക്കുന്നത്. അതേ രീതിയിലാണ് തിമോത്തിയോസും പ്രസംഗിക്കുന്നതും കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നതും. അതെന്താ? ഒരേ ആത്മാവ് അവരെ നടത്തുന്നത്. അങ്ങനെ നമ്മളെയെല്ലാം ഒരേ ആത്മാവ് നടത്തുന്നു. ആ ആത്മാവിൽ നമ്മൾ വളരുകയാണെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എബ്രായ ലേഖനം 10:39 ഒരു സാമ്പിളിന് തന്നതാണ്. ഒരു സാമ്പിളിന് ആ വാക്യത്തിലൂടെ നമ്മൾ 2 കൂട്ടം ആൾക്കാരെ കണ്ടു. അതിൻ്റെ കോറായിട്ടുള്ള കാര്യം എന്താ? പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരേണ്ടത് എബ്രായ ലേഖനം എന്നുള്ളത് വരണം. എബ്രായ ക്രിസ്ത്യാനികൾക്ക് എഴുതിയതാണ്. അവരെല്ലാം ഒരുമിച്ച് വിശ്വാസത്തിൽ ഇറങ്ങിയവരാണ്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു എങ്കിൽ എനിക്ക് അവനോട് പ്രിയമുണ്ട്.
അല്ലെങ്കിൽ എനിക്ക് അവനോട് പ്രിയമില്ല. പിന്മാറുന്നു എങ്കിലോ അവനോട് പ്രിയമില്ലെന്നാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ 39-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. അപ്പോൾ 2 കൂട്ടം ആൾക്കാരാണ്. ഒരു കൂട്ടം ആൾക്കാർ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചവർ, അതിൽ ഉറച്ചു നിൽക്കുന്നവർ. മറ്റൊരു കൂട്ടരോ പിന്മാറ്റക്കാർ. അവരൊരു ഊണിന് ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തുന്നവരായിരിക്കാം. അവർ പലതും എറിഞ്ഞു കളയുന്നവരായിരിക്കാം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയവരായിരിക്കാം. വിശദീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് എണ്ണിയവരായിരിക്കാം. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ടും അവർ ഹിതകരമായ സസ്യാദികളെ വിളയിക്കാതിരിക്കുന്നവരായിരിക്കാം. അതെല്ലാം വെട്ടി തീക്കകത്തേക്കിടും. അതൊക്കെ പെന്തക്കോസ്റ്റ് ടീച്ചിങ്ങാ, അല്ലാതെ ഈ ഇപ്പോഴത്തെ നവീന കേമന്മാർ പറയുന്ന കാര്യമല്ല. എബ്രായർ 6-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ പറയുന്നത് പിന്മാറ്റക്കാരെ കുറിച്ചാണ്. ഒരു സദ്വർത്തമാനം കേട്ടവർ, ഒരിക്കൽ പ്രകാശനം ലഭിച്ചവർ, ജീവരക്ഷ ആസ്വദിച്ചവർ, വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയെ അനുഭവിച്ചവർ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവർ, അവർ പിന്മാറിപ്പോയാൽ ധാരാളം മഴ ലഭിച്ചിട്ടും ഹിതകരമായ സസ്യാദികളെ മുളപ്പിക്കാതെ മുള്ളും ഞെരിഞ്ഞലും മുളപ്പിച്ചാൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. മുള്ളെന്ന് പറയുന്നതിനെക്കുറിച്ച് നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 13:22 വായിച്ചു നോക്കിക്കൊള്ളുക. പിന്നീട് മുള്ള് ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയുമാണ് കാണിക്കുന്നത്. അപ്പം മുള്ളും ഞെരിഞ്ഞലും മുളപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ചിന്തയകത്ത് കയറി ധനത്തിൻ്റെ വഞ്ചന അവരെ പിടിച്ചു. ലോകത്തിൻ്റെ സ്നേഹിതന്മാരാകാൻ അവർ കച്ചകെട്ടി. അത്തരക്കാർ പിന്മാറ്റത്തിലേക്ക് ഒറ്റയടിക്ക് പോവുകയല്ല, അങ്ങനെ സ്ലോലി കടന്നു പോയിക്കൊണ്ടിരിക്കും. അവരെക്കുറിച്ചാണ് പറയുന്നത്, അവർ നാശത്തിലേക്കാണ് പോകുന്നത്. പിന്മാറ്റക്കാരുടെ ഡെസ്റ്റിനേഷൻ എവിടെയെന്ന് ചോദിച്ചാൽ നാശഗർത്തത്തിൽ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. പിന്മാറ്റക്കാരുടെ ഡെസ്റ്റിനേഷൻ എവിടെയെന്ന് ചോദിച്ചാൽ അവർ നാശഗർത്തത്തിൽ നിപതിക്കും. അവർ പ്രതിഫലമില്ലാതെ പുതിയ ഭൂമി വരുമെന്ന് പഠിപ്പിക്കണമെങ്കിൽ തലയ്ക്കകത്ത് ഓളം വേണം. ഓളം. സുബോധമുള്ള ഒരാളങ്ങനെ പഠിപ്പിക്കുമോ? സുബോധമുള്ള ഒരു ദൈവദാസനും അങ്ങനെ പഠിപ്പിക്കില്ല. അപ്പോൾ അങ്ങനെ അനവധി വഞ്ചനകളുള്ള ലോകത്ത് നമ്മൾ ആത്മീയത്തിൽ വളരണം സഹോദരങ്ങളെ. റോമൻ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് പൗലോസ് തൻ്റെ ഹൃദയം തുറന്ന് ഫിലിപ്പിനോട് പറയാണ്. തൻ്റെ 2-ാം മിഷൻ യാത്രയിൽ ഒരു ദർശനം കണ്ട് താൻ ഫിലിപ്പിയുടെ മണ്ണിലേക്ക് വരികയാണ്. അങ്ങനെ ഫിലിപ്പിയെ സുവിശേഷം അറിയിച്ച് ലുദിയ എന്ന് പറയുന്ന സഹോദരിയെ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാക്കി. അവളുടെ തുറക്കപ്പെട്ട ഭവനത്തിൽ പിന്നത്തേതിൽ അനവധിയായ ബൈബിൾ ക്ലാസ്സുകൾ നടന്നിരിക്കാം. അങ്ങനെ ചുറ്റോട് ചുറ്റുമുള്ള ആളുകൾ, ബന്ധുക്കൾ, സ്നേഹിതർ, ചാർച്ചക്കാർ അവരെല്ലാം ഈ സുവിശേഷം കേട്ട ആ വഴിയിലേക്ക് വന്നു. പൗലോസിൻ്റെ അവിടുത്തെ ജീവിതവും ശുശ്രൂഷയും സഞ്ചാരങ്ങളും അവിടെ ഒത്തിരി കോളിളക്കങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ വരെ താൻ എത്തിപ്പെട്ടു. ഭയാനകമായ നിലയിലുള്ള ഉപദ്രവങ്ങളാണ് അവിടെ ഏറ്റത്. അങ്ങനെ ഉപദ്രവങ്ങളും കഷ്ടങ്ങളും ഏറ്റ് സ്ഥാപിക്കപ്പെട്ടൊരു സഭയാണ് ഫിലിപ്പിയ സഭ. അയ്യോ, ആ മനുഷ്യൻ കൊടുത്ത വില എന്തെന്ന് ചുമ്മാ പ്രസംഗം കേട്ടിരുന്നാൽ മനസ്സിലാകില്ല കേട്ടോ. കനത്ത വില കൊടുത്തു രക്തം വേർപ്പാക്കി സമ്പാദിച്ച ആട്ടിൻകൂട്ടമാ ഫിലിപ്പിയിലുള്ളത്. ചില വർഷങ്ങൾക്ക് ശേഷം റോമൻ കാരാഗ്രഹത്തിൽ കിടന്ന് അവരോട് ദൂത് പറയുമ്പോൾ അവരോട് പറയാണ്, നിങ്ങൾ ഭേദാഭേദങ്ങളെ തിരിച്ചറിയണമെന്ന്. നിങ്ങൾ ഭേദാഭേദങ്ങളെ തിരിച്ചറിയണം. ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിങ്ങൾ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായിരിക്കണം. നമ്മുടെ ഈ കൂടിവരവ് അതിനുവേണ്ടി മാത്രമാണ് സഹോദരങ്ങളെ, വേറെ ഒരു കാര്യത്തിനുമല്ല. നിങ്ങൾ ഓരോരുത്തരും കാഹളം കേൾക്കണം. ചുമ്മാ കേട്ട് പോയാൽ പോരാ. നമ്മൾ ദൈവസന്നിധിയിൽ യോഗ്യരായി തന്നെ കടന്നു ചെല്ലണം. കുഞ്ഞാടിൻ്റെ കാന്ത എന്ന നിലയിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു കുഞ്ഞില്ലാതെ വണ്ണം, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സകലരും ആരെയും ഒഴിവാക്കുന്നില്ല. എല്ലാവരും നാം ഇന്ന് നിയുക്ത മണവാട്ടി എന്ന നിലയിൽ നിൽക്കുന്നു. അന്ന് കുഞ്ഞാടിൻ്റെ കല്യാണ ദിനം നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് ഏകാത്മാവായി ചേർന്ന് യോഗ്യരെന്ന നിലയിൽ, കുഞ്ഞാട് കരം പിടിച്ച് അവൻ്റെ മണവാട്ടി എന്ന നിലയിൽ നിങ്ങളെ ചേർത്ത് നിർത്തണം. നമ്മുടെ ഈ ഓട്ടോ അധ്വാനം അതിനുവേണ്ടി മാത്രമാണ്. അല്ലാതെ ഈ വീഡിയോ കാണിച്ചു, അത് കാണിച്ചു, ഇത് കാണിച്ചു, വല്ലവരുടെയൊക്കെ കാര്യം പറഞ്ഞു, അതൊന്നും നമുക്ക് സീരിയസ് ആയ കാര്യങ്ങളല്ലെന്നേ. നമ്മളതെല്ലാം പഠനത്തിന് വേണ്ടി എടുക്കുന്നതാണ്. അതിനൊന്നും അമിത പ്രാധാന്യമില്ല ഇവിടെ. പുറത്തു നിന്നൊരാൾ ആദ്യമായിട്ട് വന്ന് കേട്ടാൽ ഇവരുടെ കാര്യം പറയുന്നതെന്നൊക്കെ ചിന്തിക്കും. വഞ്ചനയുടെ ഒരു ലോകമാണിത്. ആ ലോകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുരുക്കിലാകപ്പെടരുത്. അതുപോലെ ദൈവത്തിൻ്റെ വചനം സാമാന്യമായി വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയുണ്ട്. അതങ്ങനെയല്ല, അതിൻ്റെ ശരിയായ ഡെപ്തിൽ വ്യാഖ്യാനിക്കണം. ശരിയായ ഡെപ്തിൽ ഒടുക്കം കണ്ട വീഡിയോയിൽ കഷ്ടവുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്.
അതിൽ ചില കീ പോയിന്റ്സ് ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കാൻ പാകത്തിന് നിങ്ങൾ പ്രാപ്തരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.